Hey guys, it's Ree here. Welcome back to another podcast. Oh, it's so late. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. പക്ഷേ we are dedicated to make you believe and think. Yeah. So എല്ലാ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം പറയാൻ പോകുന്ന സാധനമേ ഉള്ളൂ. We hope we are wrong. Yeah. കാരണം അങ്ങനെ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ റീസെർച്ച്, നമ്മളുടെ പഠനം, നമ്മളുടെ അറിവും കൊണ്ടുള്ള കാര്യങ്ങളാണ്. ചിന്ത ബേസിക്കലി യെസ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കൈലാസൊരു ഫിലോസഫറാ. ഫിലോസഫർ ഒന്നും കയ്യില് അല്ല ബുക്ക് എടുത്തിട്ടില്ല. ആ ബുക്ക് ആരാ എഴുതിയ പറയടാ. കുഞ്ഞിയുടെ ബുക്ക്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒരു താന്ത്രിക് എക്സ്പേർട്ടിനെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് ഓൺ റൂട്ട് ഫ്രം ഹൈദരാബാദ്. ഷീൽ ബി റീച്ചിങ് ഹിയർ ബൈ ദിസ് വീക്കെൻഡ്. Yeah. So what do you want to talk about? Where do we want to start? നിങ്ങളുടെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്ന മേ ബി ഐ എം റോങ്. നിങ്ങൾ നറൂട്ടോ ഈ അനിമയൊക്കെ കാണുന്നവർക്ക് എന്തുകൊണ്ട് ഇത് ഇത്ര? എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു കാർട്ടൂൺ. എടാ ഓക്കെ എപ്പിസോഡൊക്കെ നിനക്ക് ആയിരത്തിനല്ല അറൌണ്ട് 700 എപ്പിസോഡ്സ് റൈറ്റ്. ഞാനൊരു കാര്യം പറയാം. 700 എത്ര മിനിറ്റ് വരും ഒരു എപ്പിസോഡ്? 20 to 25. ഓക്കെ ഐ വാസ് സെയിം ലൈക്ക് യു. ഞാൻ നിന്നെ പോലെ ഞാൻ പറയാം +2 കഴിഞ്ഞ് നിന്നെ പോലെ അനിമെ കാർട്ടൂൺ ആണെന്ന് പറഞ്ഞ് ചിന്തിച്ചൊരു വ്യക്തി മാത്രമാണ് ഞാൻ. കാർട്ടൂൺ ആണ്, നത്തിങ് ടു നോ. ഓക്കെ, കോവിഡ് വന്നു, ലൈക്ക് ലോക്ക്ഡൗൺ ആണ്, ഒന്നും ചെയ്യാനില്ല. ഐ തോട്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ ഷോട്ട്. നറൂട്ടോ കണ്ടു തുടങ്ങി. എൻ്റെ ഭാഗ്യം, ഞാൻ ആദ്യം നറൂട്ടോ കണ്ടു തുടങ്ങി. ഫസ്റ്റ് 50 എപ്പിസോഡ്സ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, നത്തിങ് മച്ച്, ലൈക്ക് ഒന്നുമില്ല. പക്ഷെ അതിനുശേഷം ക്യാരക്ടറൈസേഷൻസ് മനസ്സിലായി, പുതിയ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. പോയി നറൂട്ടോ കഴിഞ്ഞു. ഷിപ്പുഡൻ കണ്ടു തുടങ്ങി. ഷിപ്പുഡൻ അതായത് ഒരു അഡൾട്ട്ഹുഡ് വേണേൽ പറയാം. ടീനേജർ ഒരു കൊച്ചു നറൂട്ടോ വലുതായി. സെയിം ഷിപ്പുഡൻ തൊട്ട് നമ്മളെ പോലെ യങ്സ്റ്റേഴ്സ് റിലേറ്റ് ആവാൻ തുടങ്ങി. നമുക്ക് അതുവരെ നമുക്ക് ആ നറൂട്ടോ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്, നറൂട്ടോ ക്യാരക്ടേഴ്സ് എന്താണെന്ന് ഔട്ട്ലൈൻ കിട്ടി. നിങ്ങളെ പോലുള്ള ഓഡിയൻസിന് റിലേറ്റ് ആവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന 2 പേർക്ക് റിലേറ്റ് ആവും, നിനക്ക് റിലേറ്റ് ആവുന്നില്ല. നീ കണ്ടിട്ടില്ല. സോ ഇത് എന്താണെന്ന് ഞാൻ ചുരുക്കം പറ്റി പറഞ്ഞു തന്നാൽ, ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആളുകളൊക്കെ ഗുച്ചി ബാഗിനും എന്താ പറയുന്നത് വാൻസിന്റെ ഷൂസും നൈക്കിന്റെ ഷൂസും ഒക്കെ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഇന്നലെ നമ്മൾ കമ്മ്യൂണിറ്റി തുടങ്ങി. എത്ര പേരാണ് ബ്രോ, 1 day 90 പീപ്പിളിന് മുകളിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ഇതുപോലുള്ള ആളുകൾ, ദേ ആർ സീക്കേഴ്സ്, ദേ ആർ ഹാവിങ് ദ ബർഡൻ ഓഫ് നോളജ്. മനസ്സിലായോ? അവർക്ക് സ്പിരിച്വലി അവേക്കൻഡായി, അവർ പോലും അറിയാതെ, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫ് കർമാസ് കൊണ്ട് അവർ സ്പിരിച്വലി അവേക്കൻഡായി, അവർ മോക്ഷയിലേക്കുള്ള പാതയിലേക്കാണ്. യെസ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. മോക്ഷയിലേക്കുള്ള പാതയിലേക്കാണ്. അപ്പോൾ ബാക്കി 99% ക്രൗഡിനും അറിയാത്തതും കാണാത്തതും കേൾക്കാനും പറ്റാത്ത കാര്യങ്ങൾ ഇവർ കാണും. ഇവർക്കത് ഔട്ട്കാസ്റ്റ് ആവും. ഇവർ സൊസൈറ്റിയിൽ ഇവർ ഇതിനെപ്പറ്റി പറഞ്ഞ് ഇവർക്ക് പ്രാന്താന്ന് പറയും. നിനക്കെന്തിനാ ഇതൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ, ഇഫ് യു വാണ്ട് എ ലൈഫ് ഗൈഡ്, ഇഫ് യു വാണ്ട് എ ഗുരു, വാച്ച് നറൂട്ടോ. ഇതുപോലുള്ള ആൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നറൂട്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ ഞാൻ പറയാം, ഗൈഡൻസിലുപരി ഒരു സ്റ്റാർട്ടാണ്. അതെ, ഒരു പുതിയ പെർസെപ്ഷൻ്റെ ഒരു സ്റ്റാർട്ടാണ്. അതാണ് കറക്റ്റ്. എന്നെ സംബന്ധിച്ച് അതാണ് കുറച്ചും കൂടെ കറക്റ്റ്. ഇപ്പം ഒരു പുതിയ പെർസെപ്ഷൻ്റെ കുറച്ച് സ്റ്റാർട്ടാണത്. എനിക്കെന്നൊരാൾ, ഞാൻ പക്ക മെറ്റലിസ്റ്റിക് ആയിരുന്നു, എനിക്ക് പോർഷ് എടുക്കണം മറ്റെടുക്കണം എന്നുള്ള സ്കീമിൽ നിന്ന് ഒരു പുതിയ പെർസെപ്ഷൻ കിട്ടി. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒരു പെയിലായിട്ട് ഒരാളൊരു സീരീസ് കണ്ട ഇറ്റ്സ് ജസ്റ്റ് എ അനിമേ. പക്ഷേ നമ്മൾ ഇൻഡെപ്ത് പുള്ളിയെ പോലെ ചിന്തിക്കുന്ന പല ക്യാരക്ടേഴ്സോട് റിലേറ്റീവ് ആണെങ്കിൽ വിൽ ഗെറ്റ് സംതിങ് എൽസ്. അത് വൺസ് ഒരാൾ കണ്ടാൽ മാത്രമേ കുറച്ചും റിലേറ്റ് ആവത്തുള്ളൂ. ഇപ്പൊ ഞാൻ എത്രത്തോളം പറഞ്ഞാലും നിനക്ക് കൺവേ ആവണമെന്നില്ല. ബിക്കോസ് ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് നറൂട്ടോ, യു ഷുഡ് ഗെറ്റ് ദെയർ സീക്കിംഗ്. എന്റെ തോട്ട് പ്രോസസ് അങ്ങനല്ല പോകുന്നത്. ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടൊരു തോട്ട് പ്രോസസ് പറയട്ടെ. ഐ എം നോട്ട് ആർഗ്യൂയിങ് വിത്ത് യു. എന്റെ മൈൻഡില് 20 മിനിറ്റ് ഉള്ള 700 എപ്പിസോഡ് കാണുന്ന അവന്മാര് ദേ ആർ യൂസ്ലെസ് ഗൈസ്. എന്റെ മൈൻഡിൽ ആദ്യമേ വരുന്ന ഇവന്മാർക്ക് വേറെ ഒരു ജോലിയില്ല. ദേ ഹാവ് നത്തിങ് ടു ബി പ്രൊഡക്റ്റീവ്. They have nothing to do with your life. They have no discipline. They are just binge watching and consuming content. Watching 20 minutes of 70-100 episodes. They're the most disciplined guys ever. Bro, you cannot phantom the idea of spending 20 minutes for an episode of 700 episodes.
you cannot even think about it. That's how primitive your mind അല്ല is. എനിക്ക് നീ ഇപ്പോ ചിന്തിച്ചില്ലേ ലൈക്ക് എങ്ങനെ പറ്റുന്നു ആ നീ എങ്ങനെ പറ്റുന്നു ചിന്തിച്ചില്ലേ? എന്തുകൊണ്ടെന്ന് ചിന്തിക്കാത്തത്? എന്തുകൊണ്ട് നിന്റെ മൈൻഡ് ഉള്ള ഒരുത്തൻ, ഇഫ് യു ആർ, നിന്റെ മൈൻഡ് പോലുള്ള ആളുകളാണ് ലോകത്ത് മുഴുവനും. ഇഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഹുക്ഡ് ഇൻ ടു ഇറ്റ്, ബ്രോ ഇമാജിൻ വാട്ട് ദ ഗ്രാവിറ്റി ഇറ്റ് ഹോൾഡ്സ്. ഞാൻ എന്തുകൊണ്ടാന്ന് പറയട്ടെ, എടാ ഒരു ടെലിവിഷനിലും ഒരു മീഡിയയിലും ഒരു ഫോണിലും ഞാൻ കോൺസിക്യൂട്ടീവ്ലി 700 എപ്പിസോഡ് 20 മിനിറ്റ്സ്, എനിക്കറിയാം എത്ര കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്നില്ല. നിനക്ക് കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. ക്ഷമ എനിക്കുണ്ട് ബ്രോ. നോ, ഞാൻ ഗുഡ് തിങ്സ് ടേക്ക് ടൈം. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണ് വേണ്ടത്? ദേ വാണ്ട് ഫാസ്റ്റ് ഡോപമൈൻ, ദേ വാണ്ട് റീൽസ്, ദേ വാണ്ട് ദിസ് ഈസ് 400 and I don't know some pages. ഞാനിത് ഓരോ പേജും വായിച്ച് എഴുതിയാണ്. സോ ക്ഷമ എന്നൊരു ടോപ്പിക് അല്ല. ഓക്കെ, 1 second. നീ അത് വായിച്ചോണ്ടാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്. Unless you read it, you can't know like you will finish the 400 episode. Guys, 14 Laws of Power is overrated. Okay, Naruto is not overrated. So you just wasted so many time. എനിക്ക് അപ്പോൾ എന്റെ എന്റെ മൈൻഡ് സെറ്റ് ഡെവലപ്ഡ് ആവാത്തോണ്ടായിരിക്കാം. ബട്ട് ഐ തിങ്ക് 700 എപ്പിസോഡ്സ് ഓഫ് എ ഷോ ഒരാളെ കാണുന്നത്, അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ബേൺ രാമായണ, യു ഷുഡ് ബേൺ ബൈബിൾ, യു ഷുഡ് ബേൺ ഖുറാൻ. ബ്രോ, ദീസ് ആർ മച്ച് ബിഗർ തിങ്സ്. മനസ്സിലായോ? Unless you will give it a shot, you won't know. You won't know. നമ്മുടെ നാട്ടില് രാമനെയും കൃഷ്ണനെയും ജീസസിനെയും അള്ളാഹയും ചീത്ത വിളിക്കുന്നവരും ഉണ്ട്. ഈ പുസ്തകം വായിച്ചിട്ട് നല്ല രീതിയിൽ ലൈഫ് ഹാപ്പി ആയിട്ട് ലീഡ് ചെയ്യുന്നവരും ഉണ്ട്. ബ്രോ, ദർ ഈസ് എ ഡിഫറൻസ്. ഞാൻ പറയുന്നത് രാമായണവും ഖുറാനും ഗീതയും എനിക്ക് ഭാവിയിൽ മക്കളുണ്ടാവുകയാണെങ്കിൽ വായിച്ചില്ല എങ്കിലും ഐ വുഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ വാച്ച് 700 എപ്പിസോഡ്സ് ഓഫ് നറൂട്ടോ. എടാ ഞാനേ ഐ എം നോട്ട് ഓവർ ഹൈപ്പിംഗ് ഇറ്റ്. ഈ പറയുന്ന സാധനം രാമായണം പലരും വായിക്കുന്നുണ്ട്, എല്ലാവരും എടുക്കുന്ന ഒരേ രീതിക്കല്ല. ഓക്കെ, നീ എടുക്കുന്ന രീതിക്കായിരിക്കില്ല ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി വേറെ, നീ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി വേറെ. പക്ഷേ there is some stuff, അതുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയത് ആ ഒരു സ്ക്രിപ്ചർ ഇത്രയും വർഷം കൊണ്ടുവന്നത്. ദ സെയിം ഗോസ് വിത്ത് ദിസ്. അൺലെസ് യു ഗോ വിത്ത് ഇറ്റ് ആൻഡ് നീ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ദാറ്റ് മാറ്റേഴ്സ്. അതാണ് ദ മെയിൻ തിങ്. പക്ഷെ എനിക്ക് നീ എന്തുകൊണ്ട് ഇത്രയും ഹേറ്റ് ചെയ്യുന്നു? നിനക്ക് അതിനെപ്പറ്റി അറിയാത്ത, എനിക്ക് 1 second, നിനക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, നീ എന്നെ പറഞ്ഞ അറിയാം. ബട്ട് വൈ ഡു യു ഹേറ്റ് ആൻഡ് വൈ ഡു യു ഒബ്ജക്ട്? ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ യു സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ദ ഐഡിയ ഓഫ് വാച്ചിങ്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഐ ഹേറ്റ് ദ ഐഡിയ ഓഫ് സ്പെൻഡിങ് ദിസ് മച്ച് ടൈം ഓൺ എ ഷോ because you never know the fruits of it. Okay, എടാ നോളേജ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ബുക്ക് ഞാൻ 2 മാസത്തിൽ കൂടുതൽ വെച്ചിട്ടില്ല. ഒരു എപ്പിസോഡ് ഞാൻ എഡിറ്റർ, ഞാൻ എനിക്ക് എത്ര പെട്ടെന്ന് തീർക്കണമെന്ന് എഡിറ്റ് ചെയ്ത് ഒരു കാര്യം. ഇപ്പൊ ഇഫ് ഐ വോണ്ട് ടു റൺ, ഐ വിൽ റൺ വിത്തിൻ 3 days. ഒരു മാരത്തോൺ ആണെങ്കിൽ എന്റെ ലൈഫിൽ എനിക്ക് ഇത്രയും പ്രൊലോങ്ഡ് പീരീഡിൽ എനിക്ക് തോന്നുന്നില്ല ഐ വിൽ നെവർ വാച്ച് ടി വി ഷോ അല്ലെങ്കിൽ എന്താണെങ്കിലും. ഞാൻ ഏകനാഥ് ഈശ്വരന്റെ ഭഗവത്ഗീത വായിച്ചു തീർത്ത ഒരാഴ്ചക്കുള്ളില്ല. ബിക്കോസ് നിനക്ക് അതിൽ സ്റ്റഫ് കിട്ടിയെന്ന് നിനക്ക് മനസ്സിലായോണ്ട് ലൈക്ക് നിനക്കൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു. ഡ്രൈവിന്റെ മാത്രമല്ലടാ, ഐ വിൽ നെവർ ഇൻവെസ്റ്റ് സംതിങ് എസ്പെഷ്യലി ഓൺ ഇറ്റ്. എനിക്ക് മേ ബി ഗൈസ് എടാ അതിനൊരു കാര്യമുണ്ട്. എവറിത്തിങ് ഈസ് നോട്ട് മെന്റ് ഫോർ എവരിവൺ. Maybe, some people should be filtered out and filtered in. Maybe അതിന്റെ ഒരു ഇതായിരിക്കും ഇതിന്റെ ലെങ്ത്. ഭഗവത്ഗീത അല്ലെങ്കിൽ ബൈബിൾ എല്ലാവരും എന്താ വായിക്കാത്തത്? Because it's too boring and too big. People are left out. എല്ലാ വീട്ടിലും രാമായണം ഭഗവത്ഗീതയുണ്ട്. എല്ലാ പിള്ളേരും വായിക്കുന്നുണ്ടോ? ഇല്ല. അതങ്ങനെതാണ്. വായിക്കാത്തവരും വേണം, വായിക്കുന്നവരും വേണം, എങ്കിലേ ഒരു സൊസൈറ്റി കറക്റ്റ് ആയിട്ട് പോകും. പക്ഷെ എനിക്കൊരു ചോദ്യമുള്ള, from a philosophical point of view, am I missing out on Naruto? You are missing out the perception of the world. Yes. You are just living world. You don't know the world. Yes. So you are saying Naruto കാണുന്ന ഒരാൾക്ക് the perception of life കിട്ടുന്നുള്ളതാണോ? അല്ല. There are hundreds of ways to achieve there. Just like Buddhism, just like Ramayana, just like Bhagavad Gita, Naruto is another way. And it's a much beautiful way because you can visualize things. കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനെ കുറച്ചുകൂടെ കൺവേ ചെയ്യുന്നത് നാരുട്ടോ എന്നൊരു അനിമയിലൂടെ ആയിരിക്കാം. ചൂസ് എ ഡിഫറെന്റ് വേ. കാരണം എനിക്ക് ഇപ്പോഴും these two guys are awesome, incredibly ഭയങ്കര ലൈഫ് നോളജ് ഉണ്ട്. പക്ഷെ എനിക്കിപ്പോഴും
700 എപ്പിസോഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തലക്ക് പിടിക്കാം. മേ ബി ഐ വിൽ എക്സ്പ്ലോർ ഇറ്റ് ഓൺ മൈ വേ. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇത്രയും നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ടുള്ളത്, ഇഫ് യു ആർ സ്ട്രഗിളിങ് വിത്ത് ലൈഫ്, എന്താ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അറിവുകൾ കിട്ടിയെന്നോ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നോളജ് വന്നെന്നോ, നിങ്ങൾ പറയുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, മോക്ഷ അല്ലെങ്കിൽ ഈ ലോക ഇലുമിനാറ്റി എന്താണ്, ഈ ചാക്രാസ് എന്താണ്, ലൈഫ് ഫോഴ്സ് എന്താണ്, ചീ എന്താണ്, എന്തോ കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിയുന്നില്ല, യു ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ വേൾഡ്, വാച്ച് നറൂട്ടോ, യു വിൽ അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ്. എടാ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്, എനിക്ക് അനിയന്മാർ, നിങ്ങൾക്ക് അറിയാമല്ലോ, അവരൊക്കെ 8th പഠിക്കുന്നവരുണ്ട്, 6th പഠിക്കുന്നവർ, 4th പഠിക്കുന്നവരുണ്ട്. ഇവർ നറൂട്ടോ കാണുവാണ്, ഇപ്പോൾ ഒരു കാർട്ടൂണായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അവർക്ക് കിട്ടുന്ന പെർസെപ്ഷൻ അല്ല എനിക്ക് കിട്ടിയത്. എക്സാക്ട്ലി, അതാണ് ദ ഡിഫറൻസ്. ലൈക്ക് വൺസ് നിനക്ക് നിന്റെ ബ്രെയിൻ അത് ക്യാപ്ചർ ഉള്ള ടൈം ആകുമ്പോഴേ നിനക്കത് മനസ്സിലാവത്തുള്ളൂ. അതെ, ഞാൻ പണ്ട് നറൂട്ടോ കണ്ടിട്ടുണ്ട്. ഐ വാസ് എ മണ്ടൻ ബാക്ക് ദെൻ. അന്ന് ഞാൻ ജൂട്സുവും കൂത്സും എന്നും പറഞ്ഞുകൊണ്ട് ഓടി നടന്നു. ബട്ട് വെൻ ഐ വെന്റ് ത്രൂ സം പ്രോബ്ലംസ് ഇൻ ലൈഫ് ആൻഡ് ഐ റിയലി വാണ്ടഡ് സംതിങ്, Naruto came into my life and it was an entirely different thing. It's like Krishna coming to the Arjuna and showing his true form. Yes. അതാണ് എനിക്ക് അതിനപ്പുറം ഒന്നും പറയില്ല. അതാണ് ഇത് കണ്ട് തീരുമ്പോൾ what I got was brain orgasm. അല്ലേ, ഞാൻ ആ 700 എപ്പിസോഡ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് കണ്ടു തീർന്നപ്പോൾ ഇറ്റ് വാസ് നത്തിങ് മോർ ദാൻ എനിത്തിങ്. അവിടെ അത്രേ ഉള്ളൂ, കഴിഞ്ഞു അത്. പക്ഷെ ഞാൻ പിന്നെ എൻ്റെ ലൈഫിൽ വന്നപ്പോൾ എനിക്ക് പല പിന്നെ റിലേറ്റായി, ഞാൻ പിന്നെയും കണ്ടു. നിനക്കറിഞ്ഞ എത്ര അത് കണ്ടു. What it teaches us is how do you perform your duty as a brother, how do you perform your duty as a father, friend, how do you, what is friendship. അതെ, എന്താണ് ചതിയെ എങ്ങനെ നേരിടണം, നമ്മൾ ഔട്ട്കാസ്റ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് അറിവുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളെ ഓരോ എപ്പിസോഡ് നമ്മളെ ജിറായ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇരുന്ന് നമ്മളോട് പഠിപ്പിക്കുക. ബ്രദർഹുഡ് എന്നൊരു സാധനം ഉണ്ടല്ലോ, നിനക്കറിയാം. ഡൗട്ട് വെച്ചോട്ടെ, what is a friend, what is a brotherhood? Bro, watch Naruto. അങ്ങനെയുള്ള കാര്യങ്ങൾ I believe എനിക്ക് നല്ല ബ്രദർഹുഡ് ഉണ്ട്, എനിക്ക് സൂപ്പർ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് നറൂട്ടോ കണ്ടിട്ടില്ല. എടാ ഞാൻ പറയട്ടെ, ഐ എം ലക്കി ടു ഹാവ് എ ഫ്രണ്ട്സ് ലൈക്ക് യു. ലൈക്ക് എന്റെ ബ്രദർഹുഡ്, ഐ എം ലക്കി ടു ഹാവ് ദ ബ്രദർഹുഡ്. എനിക്ക് ഇപ്പം കറന്റ് ഉള്ള ബ്രദർഹുഡ് ഇറ്റ്സ് ഓസം. സത്യം. there are people who don't have it. മനസ്സിലായില്ലേ? So we are forcing them to watch this and get this feeling for yourself. മിസ്അണ്ടർസ്റ്റാൻഡിങ്സും പലതും കൊണ്ട് തെന്നിപ്പോയ ബ്രദർഹുഡ് പലരും ഉണ്ട്. എടാ ഒരു മെൻ, നിനക്കറിയാം എനിക്കറിയാം, ഒരു മെന്നിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ബ്രദർഹുഡ് ആണ്. എടാ പെണ്ണും പണവും ഒന്നുമല്ല, ബ്രദർഹുഡ് ആണ്. യെസ്, അതാണ് ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് അത് കാണിക്കുന്നത്. Bro, if you have a brother, watching Naruto with him will be the most sacred thing you can ever do in your life. ബ്രദർ എന്ന് പറയുമ്പോൾ ബൈ ബ്ലഡ് മാത്രമല്ല, അതാണ് ഇമ്പോർട്ടന്റ്. ഫ്രണ്ട് ആവാം, നിന്റെ മൈൻഡ് സെറ്റ് ഉള്ള ആരും ആവാം. അതാ എടാ നീ ഇപ്പൊ പറഞ്ഞതാണ് അതിനുള്ള ആൻസർ. ദാറ്റ്സ് ഇറ്റ്, അവിടെ കഴിഞ്ഞു. അതല്ല എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള ഇതാ, നിങ്ങൾ പറഞ്ഞില്ലേ ബ്രദർഹുഡ്, ലവ്, പെയിൻ, ഇതൊക്കെ എനിക്ക് ഐ ആം വെരി ഹാപ്പി വിത്ത് മൈ ബ്രദർഹുഡ്, ഐ ആം വെരി ഹാപ്പി വിത്ത് മൈ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഇത് എനിക്ക് നറൂട്ടോ, these are the things I experienced in my life without watching. Okay, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് കിട്ടാത്ത പലരും ഇല്ലേ? കാണും. ഇത് കിട്ടാത്ത പലരിലും ഇത് നിങ്ങൾക്കും വന്നിരുന്നെങ്കിൽ നല്ലതാണെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? Of course. അതിനുള്ള വഴിയാണ് ഒരു മീഡിയം. എടാ ഈ 700 എപ്പിസോഡ്, എടാ ഞാൻ ഈ നറൂട്ടോ കാണുന്നതിനും കാനഡയിൽ പോകുന്നതിനും തിരിച്ചു വരുന്ന ആളും വന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ടോ? Which guy did you like the most? The one who came back. I never judged you. But the one who came, എടാ ഓക്കെ, ഒരു വൈഡ് പെർസ്പെക്റ്റീവ് ആണ്. too diplomatic. I never judged before going back to Canada I was at D. I never judged you. Yeah, it's okay, you're my brother. Yeah. എടാ ഞാൻ പറയാം, 700 എപ്പിസോഡ് ശരിക്കും പറഞ്ഞ 700 എപ്പിസോഡിന്റെ ദ സ്പൈൻ എന്ന് പറയുന്നത് ഹൗ ഹി സേവ് ഹിസ് ബ്രദർഹുഡ്. ഒന്നുമില്ല, വേറൊന്നുമില്ല, പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ആ ഫ്രണ്ടിനെ രക്ഷിക്കുന്നു, കീപ്പ് ചെയ്യുന്നു. You're watching 700 into 20 minutes of saving a friendship. അതാണ് ദ ഹുക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ സൈഡ് ലൈൻ ആയിട്ടാണ് ബാക്കി ലൈഫിൽ, ഒരു യങ്സ്റ്ററുടെ ലൈഫിലുള്ള ബാക്കി എല്ലാ സൈക്കോളജി അതിന്റെ ചുറ്റും വരുന്നത്. Even how to communicate with girls, how to behave with girls, how to behave with your mother, how to behave with your father, എങ്ങനെ ഡിപ്രഷൻ ഡീൽ ചെയ്യാം, എങ്ങനെ എന്താ റിജക്ഷൻ ഡീൽ ചെയ്യാം, ഇതെല്ലാം എടാ നമ്മളെ എനിക്ക് ഡൗട്ട് വന്നിട്ട് സാധനമൊന്നുമല്ല.
ഞാനിങ്ങനെ പപ്പുവണ്ണന്റെ ഏതോ ഒരു സാധനം എന്നെ കാണിച്ചു തന്നായിരുന്നല്ലോ, ഏതോ ഒരു കിടിലം നിന്ന് അവന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ നീ ഇപ്പൊ എന്നെ കൊന്നില്ലേ ഗേൾ ഫ്രണ്ടിനെ കൊല്ലുന്ന രണ്ടുപേരെ കൊന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കില്ലേ? ഹാപ്പി അല്ല, ബിക്കോസ് എടാ അത് അതേ ശരിയാ. ജെറയ്യ നീ എന്റെ അടുത്ത് പറഞ്ഞു ആ, അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണോ നീയൊക്കെ കാണുന്നത്, ഞാൻ നിന്റെ അടുത്ത് ഒരു ചോദിച്ചില്ല എന്റെ ചേട്ടൻ കണ്ടോണ്ടിരിക്കുന്നത് എന്തോ മറ്റേ നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിലപ്പോ അറിയായിരിക്കും, സാസ്കി ഉച്ചിഹ മറ്റേ കാരിന്റെ ദേഹത്തൂടെ പുള്ളിക്ക് ഒരു ഐഡിയൽ ആയിരുന്നു. യെസ്, ബിക്കോസ് ഐ prefer to kill the murderer of my brother with my hands. I took the last chance I had. But sacrificing your girlfriend. Yes, I would gladly do it. നീ ആ സീരിയസ് ഫുൾ ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഇമോഷൻ എന്താണ്, പുള്ളിയുടെ ഒബ്ജക്റ്റീവ്, പുള്ളിയുടെ ഗോൾ എന്താണെന്ന് ബ്രോ ഐ വുഡ് gladly do it. He was the guy who was പുള്ളിയുടെ ലൈഫിലെ ഏക ഗോള് പുള്ളിയുടെ ചേട്ടനെ കൊല്ലുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ് സാസ്കെ. എടാ 690 എപ്പിസോഡും അനിയൻ ചേട്ടനെ കൊല്ലാൻ പോവാ ബിക്കോസ് ഹി കിൽഡ്. അല്ല വേറെ പോട്ടെ, നീ പറയുന്നത് ഗേൾ ഫ്രണ്ടിനെ കൊല്ലുന്നു ടു അവെഞ്ച് ഹിസ് ബ്രദർ. വേറെ ഇൻട്രസ്റ്റിംഗ് അറിയോ, ഇവന്റെ ബ്രദർ ഇവന്റെ അച്ഛനും അമ്മയും കൊന്നതാ ഫോർ ദ സേക്ക് ഓഫ് ദ വില്ലേജ്. അച്ഛനും അവന്റെ ഫുൾ ക്ലാൻ, അവന്റെ ഫുൾ റിലേറ്റീവ്സ്, എല്ലാരെയും ഇവന്റെ മുന്നിൽ വെച്ച് ഇവന്റെ അച്ഛനമ്മയെ കൊന്ന ഒരാളാണ്. ആയിക്കോട്ടെ, ബട്ട് ഐ സ്റ്റിൽ കാൻറ്റ് കോംപ്രിഹെൻഡ് ഹി ഈസ് റെഡി ടു കിൽ എ പൂർ സോൾ ടു അവെഞ്ച്. പൂർ സോൾ അല്ല അവിടെ കാണിക്കുന്നത്, ഒന്ന് ഒരു മനുഷ്യന്റെ റിസോൾവ് ആണ്. ഹീ സെറ്റ് ഓൺ എ മിഷൻ ആൻഡ് നത്തിങ് ഇൻക്ലൂഡിങ് ഹിസ് ഗേൾ ഫ്രണ്ട് ഈസ് ഗോണ സ്റ്റാൻഡ് ബിഫോർ ഹിം. രണ്ട്, ഹീ ഈസ് അവെഞ്ചിങ് ഹിസ് ബ്രദർ. അവന്റെ ജീവിതം അവന്റെ ചേട്ടനെ കൊല്ലാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ബട്ട് ഹി ലേറ്റർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവന്റെ ചേട്ടൻ ചെയ്ത എല്ലാ സിന്നും ഇവനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. അതറിയുന്നത് ഈ 10-500 എപ്പിസോഡ് കഴിഞ്ഞിട്ടാ ബ്രോ. ആദ്യത്തെ 500 എപ്പിസോഡ് അനിയൻ ചേട്ടനെ കൊല്ലാൻ പോകുന്ന കഥയാ. ഇതെല്ലാം കഴിഞ്ഞ് ഇത്ര ബിൽഡപ്പ് കഴിഞ്ഞു. അപ്പോൾ ഹീ ഈസ് ഷോയിങ് ദ റിസോൾവ് ദാറ്റ് ഈവൻ ഇഫ് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ബെയ്റ്റഡ്, ഐ ആം നോട്ട് ഗോണ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് മൈ ഗോൾ. യു കനോട്ട് ത്രെട്ടൻ മീ വിത്ത് മൈ ഗേൾ ഫ്രണ്ട്. ബ്രോ അതൊരു വലിയ പാഠമാണ്. ഗേൾസ് അല്ലെങ്കിൽ ഗേൾസിന് ബോയ് ഫ്രണ്ട്, ദേ ഷുഡ് നോട്ട് അഫക്ട് യുവർ ഗോൾസ്. അല്ല അതല്ലേ നമ്മൾ പറയുന്നത്. വേറൊരു കാര്യം, അല്ലെ സാസ്കെ പെർഫെക്റ്റ് ആണെന്നല്ല കാണിക്കുന്നത്. സാസ്കെ അല്ല അവിടത്തെ സീനിലെ സാസ്കെ എന്ന് പറയുന്ന ആളുടെ റിസോൾവ്, പുള്ളി ഒബ്സസ്ഡ് വിത്ത് ഹെയ്റ്റ് ആണ്. അതാണ് ദ ഫാക്ട്, പുള്ളി ഒബ്സസ്ഡ് വിത്ത് ഹെയ്റ്റ് ആണ്. സോ നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പപ്പണിപ്പോ പറഞ്ഞില്ലേ മോക്ഷയാണോ? മോക്ഷയല്ല, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ്. എന്ന് വെച്ചാ സംഭവം വെച്ചാ ഇപ്പൊ പപ്പടം പറഞ്ഞില്ലേ, ഇപ്പം men should be ready to sacrifice their women for their men should be ready to sacrifice the women അല്ല, anyone should be ready to sacrifice anything for their goal. പക്ഷെ അതിനകത്ത് ഏറ്റവും ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഏറ്റവും കരിങ്കല്ലായിട്ട് നിൽക്കുന്ന എപ്പോഴും വിമൺ ആയിരിക്കും. അങ്ങനെ ഞാൻ പറയത്തില്ല. ഐ ഡോണ്ട് അഗ്രി. ഞാനും അഗ്രി ചെയ്യത്തില്ല. അങ്ങനെ നിൽക്കുവാണെങ്കിൽ what will you guys prefer? If somebody is standing against my goal, I will definitely throw them away. And I support that. എടാ വേറൊരു കാര്യമുണ്ട്, എ പാർട്ണർ ഷുഡ് ബി സമ്മൺ നമ്മുടെ ഗോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അത് തന്നെ, ഇൻ ദ ഫസ്റ്റ് ടൈം എ പാർട്ണർ ഷുഡ് ബി സമ്മൺ ഹു ഈസ് കമ്മിങ് വിത്ത് യു ടു देयर ഗോൾ. അല്ലെങ്കിൽ എന്തോ പാർട്ണർ അല്ല, അത് മനസ്സിലായി. അവിടെയാണ് ഡിഫറൻസ്. What is your perfect ideal of a partner? നിന്റെ പെർഫെക്റ്റ് പാർട്ണറിന്റെ കോൺസെപ്റ്റ് പറ. എടാ ഇറ്റ് ചേഞ്ചസ് അപ് ടു പെർസ്പെക്റ്റീവ്. ലൈക്ക് നിനക്കൊന്നായിരിക്കും എനിക്കൊന്നായിരിക്കും. നിന്റെ പറ. അതെങ്ങനെ എനിക്കത് കൺവേ ചെയ്യാൻ അറിയത്തില്ല, അതാണ് മെയിൻ. ശരിയാണ്, അവിടെ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് മാറും. എടാ ഓക്കെ, നമുക്കൊരു ഓക്കെ കറന്റ് കമ്മ്യൂണിറ്റി ഓക്കെ ഫൈൻ, ലോയലായിട്ടുള്ള ഒരു പെണ്ണ്, ഏതൊരു മെന്നും ക്രൈവ് ചെയ്യുന്നത് ലോയൽ അല്ല, ഏതൊരു മെന്നും ക്രൈവ് ചെയ്യുന്ന ലോയലായിട്ടൊരു കുട്ടി ഇല്ല കറന്റ് സൊസൈറ്റി. എനിക്ക് ഞാൻ 100% പറയാം, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഗെറ്റ് സംവൺ ലൈക്ക് ദാറ്റ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഉള്ള കാര്യം പറയാമല്ലോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഐ ഡോണ്ട് തിങ്ക്. പക്ഷേ ഏതൊരു പെണ്ണ്, ഞാൻ പറയാം, ഞാനൊരു പയ്യനാണ്, ഞാൻ എൻ്റെ പണ്ട് മിഡീവിയൽ കാലം തൊട്ട് ഇന്ന് വരെ മെൻ ക്രൈവുന്ന 2 ഫാക്ടേഴ്സ്. 1 ബ്രദർഹുഡ്, 2 ഒരു ലോയലായിട്ടൊരു കുട്ടി. പെണ്ണൊരു ഫാക്ടർ അല്ലാന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. പണ്ടും ഇന്നും ലോയലായിട്ടൊരു പെണ്ണ് അതൊരു ഫാക്ടർ തന്നെയാണ്. പെണ്ണ് പോവും, ബ്രദർഹുഡ് വിൽ റിമെയിൻ, അതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദാറ്റ്സ് ഇറ്റ്, അവിടെ കഴിഞ്ഞു. ഫാമിലി ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അച്ഛനും അമ്മയും ഇമ്പോർട്ടൻ്റ് ആണ്. They will remain the same. Same question to you. What is your ideal woman? Trust.
if you have a woman and you are constantly thinking that അയ്യോ അവൾ അവിടെയാ അവിടെ ഇവിടെയാ എന്തെങ്കിലും നടക്കുമോ എന്തെങ്കിലും പറ്റുമോ, if you are in that kind of relationship, bro, you are fucked up. എടാ പീസ് ഓഫ് മൈൻഡ് അല്ലേ മെയിൻ ഇമ്പോർട്ടന്റ്. നമുക്കൊരു പാർട്ണർ വേണമെങ്കിൽ wherever she goes, whatever she does, you ഞാനിപ്പോ നേരത്തെ പറഞ്ഞ തോട്ട് മനസ്സിൽ പോലും വരാത്ത റിലേഷൻഷിപ്പാണ് ഗോൾഡൻ റിലേഷൻഷിപ്പ്. എനിക്കിപ്പോ പീരീഡ് ഓഫ് ടൈമില് ഐ ഡോണ്ട് വോണ്ട് ദ ഡിസ്ട്രാക്ഷൻ ഓഫ് എ വിമൻ. മേ ബി നിങ്ങൾ പപ്പോടൊപ്പം കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഐ വോണ്ട് റിജക്ട് ഇറ്റ് ബിക്കോസ് ഓക്കെ ഒരു വുമൺ ഉണ്ട് നിന്റെ ഗോളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്തില്ല, യു വിൽ അക്സെപ്റ്റ് റൈറ്റ്? ഇല്ലേ? എന്റെ ഗോൾസിനും എന്റെ ഐഡിയൽസിനും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന വിമൻ ആണെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ്. എടാ നീ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ കാരണം നിന്റെ എക്സ്പീരിയൻസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് ഗോളിൽ നിന്ന്. എടാ എൻഡ് ഓഫ് ദ ഡേ ദ ഗോൾ മാറ്റേഴ്സ്. ഒരു ഗോൾ ഇല്ലാത്തവർ തന്നെ ലൈഫില്ല, ഫൈൻ. ഒരു റിലേഷൻഷിപ്പ് എന്തുവാ? ഈ പുള്ളി പറഞ്ഞ പോലെ നമ്മുടെ ഗോളിന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൂടെ വരുന്ന ഒരു വ്യക്തി, അതില്ലെങ്കിൽ കഴിഞ്ഞു കഥം. അത്രേ ഉള്ളൂ. നീ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ ഇല്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ, അത്രേ ഉള്ളൂ. ഭഗവത്ഗീതയിലാണെന്ന് തോന്നുന്നു കൃഷ്ണമാമ ഒരു ഡയലോഗ് പറയും, വാട്ട് ഈസ് ലവ്? ഓ എന്താണ്? And he answers, love is a weapon that you give to someone knowing that it can destroy you, but you trust that they don't use it. ഓക്കേ. Yeah. ഒന്നുകൂടെ repeat ചെയ്യ്. Come on man. എടാ നമുക്ക് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലൊരു വെപ്പണാണ്. ആ വെപ്പൺ ഞാൻ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എങ്ങനെയാണ് അത്? എനിക്കറിയാം ആ വെപ്പൺ ഉപയോഗിച്ച് എന്നെ കൊല്ലാൻ പറ്റും, എന്നെ നശിപ്പിക്കാൻ പറ്റും, ബട്ട് ഐ ട്രസ്റ്റ് ദാറ്റ് ഗായ് ഓർ ദാറ്റ് പേഴ്സൺ ദാറ്റ് ദേ വിൽ നെവർ യൂസ് ഇറ്റ്. True You are അല്ലേ? exposing your most vulnerable thing to a person. Yes. അതാണ്, അനപ്പുറമൊന്നും ഇല്ല അല്ലേ? ബിക്കോസ് യു ആർ എന്താ പറയുന്നത്, ഇതിനപ്പുറം ഒരു റിസ്ക് ഇല്ല. യു ആർ മേക്കിംഗ് ദ മോസ്റ്റ് റിസ്ക് ഇൻ യുവർ ലൈഫ്. That's deep shit. Yes, That's deep shit. സത്യം. ഓ Nice ആയിരുന്നു. അതെ കൊള്ളാം. അല്ല സത്യമാണ്. നമുക്ക് ഇച്ചിരി വഴിതിരിച്ചു വിടാം ഗൈസ്. നരുട്ടോയും ഗേൾസ് മാത്രമല്ല, ലൈഫിൽ വേറെ പല കാര്യങ്ങളുണ്ട്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള ഗൈസ്, എന്റെ കോളേജിൽ ഐ നോ പീപ്പിൾ ഹൂസ് ഒബ്സെസ്ഡ് വിത്ത് മേക്കിംഗ് ദെയർ ഗേൾഫ്രണ്ട്സ് ഹാപ്പി. എനിക്കും അറിയാം. ഐ നീഡ് ടു ടോക്ക് അബൌട്ട് ദിസ് ഗൈസ്. ഇഫ് യു തിങ്ക് യു ക്യാൻ, നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടോ നിങ്ങളുടെ അമ്മയോ അച്ഛനൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഐ അർജ് യു ടു സൂയിസൈഡ്. ലിറ്ററലി ബ്രോ, നിങ്ങൾ എന്തോ യു ആർ ഇൻ ദിസ് 1000 അല്ലെ എത്ര 1000 ദിവസങ്ങളാണ് ഇവിടെ ജീവിക്കാൻ പോകുന്നത്. ആ ദിവസങ്ങളിൽ യു ആർ ഇൻ ദിസ് റോളർ കോസ്റ്റർ ഓഫ് എക്സ്പീരിയൻസ്. അവിടെ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഡിപ്പെൻഡൻസി, ഞാനിത് പറയുന്ന വിഷമത്തോടെ, കാരണം എന്റെ അരുൺ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഹി സൂസൈഡ്. അവന് ട്രൂ ഫ്രണ്ട്സ് കുറെ അവന്മാര് അവിടെ വന്നത് പോലും ഇല്ല. ഞാൻ അവിടെ പോയപ്പോ ഹാഷ് റിയാലിറ്റി ഉണ്ട് എന്റെ അരുണിനെ കണ്ടപ്പോ. അരുണിന്റെ അമ്മ മരിച്ചു കിടക്കുമ്പോ ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ അരുണിന്റെ അമ്മ എന്നോട് ചോദിച്ചു, അരുൺ മരിച്ചു കിടക്കുമ്പോ അരുണിന്റെ അമ്മ എന്റെ അടുത്ത് ചോദിച്ചേ, മോനെ നിന്റെ അടുത്ത് അവൻ വല്ലതും പറഞ്ഞായിരുന്നു എന്ന്. ഞാനങ്ങ് ഇല്ലാണ്ടായി അവൻ എന്ന് പറഞ്ഞാൽ. എനിക്കറിയാം ഇവന്റെ ഒരു റിലേഷൻഷിപ്പ് കാര്യത്തിലാ സൂയിസൈഡ് ചെയ്തത്. അതും ഒരു വെരി ഇമ്മച്ചുവേർഡ്. എനിക്ക് 100% ഉറപ്പുണ്ട് ആ പെണ്ണ് പ്രോബബ്ലി അവനെ കുറിച്ച് ആലോചിക്കുന്നു പോലും ഇപ്പൊ. ഷീ ഈസ് പ്രോബബ്ലി ലിവിങ് എ വെരി ഹാപ്പി കണ്ടന്റ് ലൈഫ് സ്റ്റൈൽ. Probably. അതൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യം. Not talking about a woman as the protagonist, but relationships, immature relationships are always gonna hurt you guys. നിങ്ങള് at the end of the day നിങ്ങൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് നിങ്ങളെയാണ്. ഞാൻ ട്രൂലി I have been there. I have seen people who been there guys. ട്രൂലി നിങ്ങളുടെ ഇമോഷണൽ, നിങ്ങളുടെ മെന്റൽ സ്റ്റെബിലിറ്റിനെ ഒരു ഫീമെയിൽ ആസ് സച്ച്, എസ്പെഷ്യലി ഡ്യൂറിങ് യുവർ 20s അഫക്ട് ചെയ്യുന്നെങ്കിൽ the best thing I do is cut them off and you learn a very valuable lesson. After 6 months ആയിരിക്കും, 7 months ആയിരിക്കും, ഒരു 1 year ആയിരിക്കും, you will learn a beautiful lesson. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, you are giving the weapon to someone. Bro, until you find that someone, don't give the weapon. Exactly. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ പറയുന്നത് ഇങ്ങനത്തെ ലൈക്ക് ഹൈലി ഒബ്സസ്ഡ് ആയിട്ട് വേറെ ഒന്നുമില്ല, ഇത് റിലേഷൻ ആണ് പറയുന്നത്, ദേ ലാക്ക് വിഷൻ റൈറ്റ്. അതുകൊണ്ടല്ലേ അവർ അതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ആവുന്നത്. അതല്ലേ ദ റീസൺ. കാരണം അവർക്ക് വേറെ ഒരു മോട്ടോ ഇല്ല, വേറെ വിഷൻ ഇല്ല അല്ലേ, വേറെ വിഷൻ ഇല്ല, വേറെ ഡോപ്പമിൻ ഒന്നും ചിന്തിക്കുന്നില്ല, ഒരു ഫാക്ടറും ഇല്ല. only thing they depend on is relationship. അതല്ലേ ദ വിഷു
അല്ലെ ദേ ഡോണ്ട് ക്രൈ ഫോർ എനിത്തിങ് എൽസ്. അത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം കോളേജിൽ പഠിക്കുമ്പോൾ 3-4 മാസമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് അവള് വേറൊരുത്തൻ്റെ കൂടെ പ്രേമമാണെന്ന് പറഞ്ഞ് ഇവനെ വിട്ടിട്ട് പോകുമ്പോൾ ഇഫ് ഹീസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്, അത് നേച്ചറിന്റെ പ്ലാൻ ആയിരുന്നെന്ന് ഞാൻ പറയും. ബിക്കോസ് ഇത്രയും വർഷം നിങ്ങളെ വളർത്തിയ അച്ഛൻ, അമ്മ, നിന്റെയൊക്കെ ബൈക്ക് ഇടിക്കുമ്പോഴും ടയർ പഞ്ചറാകുമ്പോഴും പെട്രോൾ തീരുമ്പോഴും അടുത്ത് ഓടി വരുന്ന കൂട്ടുകാര്, ഇവന്മാരെയൊക്കെ ചിന്തിക്കാതെ നീ ഒരു കയറി തൂങ്ങിയെങ്കിൽ ബ്രോ ഇറ്റ്സ് ലിറ്ററലി യുവർ ലോസ്. എനിക്ക് ആ റിയാലിറ്റി ചെക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്യാമറ ഫേസ് ടു ഫേസ് നോക്കി പറഞ്ഞു ഗോ സൂയിസൈഡ് എന്ന് പറഞ്ഞ റിയാലിറ്റി ചെക്ക് എനിക്ക് കിട്ടിയപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ച ദിവസം അരുണിന്റെ വീട്ടിൽ പോയി. എനിക്ക് ഐ ഫെൽറ്റ് അല്ലെ ഐ നോ ഫോർ എ ഫാക്ട് അവന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ എത്ര പേരായാലും ഒരു 5 ദിവസത്തേക്ക് വിഷമിച്ച് 5 ദിവസത്തേക്ക് സാഡായി സ്റ്റോറീസ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അല്ലാതെ അതൊന്നും they did nothing. അവർക്ക് അവന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു 1 month കഴിഞ്ഞ് വീട്ടിൽ പോയായിരുന്നു. അവന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ സോൾ നഷ്ടപ്പെട്ടെന്ന് എടുക്കാം. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഗൈസ്. നിങ്ങളൊരു ഫീമെയിൽസ് അല്ലെ ചെറിയ ചെറിയ പോയിന്റിൽ ഒബ്സസ്ഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഫീൽ ഫ്രീ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കറണ്ട് സൊസൈറ്റിയിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജനറേഷൻ്റെ അവിടെ ഏറ്റവും വലിയ വിഷയം മക്കളാണ് അല്ലേ. അതിനപ്പുറമൊന്നും അവർക്കില്ല. അവർക്ക് സ്വന്തമായിട്ട് നേടാൻ ഒരു ചിന്തയോ ഒന്നുമില്ല. മേ ബി, പക്ഷേ ഇനി മേ ബി എന്നേ പറയത്തുള്ളൂ. കാരണം എനിക്ക് ഇനിയുള്ള ജനറേഷൻ എനിക്ക് അറിയത്തില്ല. ദേ ആർ ചേഞ്ചിങ്. ബട്ട് കറന്റ്ലി ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ പാരൻസ് എന്ന് പറയുന്നത് ദർ ഓൺലി വിഷൻ ഈസ് മക്കളുടെ ഗ്രോത്ത് മാത്രം ചിന്തിക്കുന്ന ഒരു പാരൻസിൻ്റെ ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് കൈൻഡ് ഡീവാസ്റ്റേറ്റിംഗ്. ഒന്നും പറയാനില്ല അവിടെ. കാരണം അവർക്ക് പിന്നെ എന്തോ ഡ്രൈവ്, അവരുടെ ലൈഫിന് എന്തോ ഡ്രൈവ് ഉള്ള പിന്നെ. So guys, don't do bullshit, okay? Yeah guys, suicide is a big no. Don't do bullshit. There are bigger things in relationship. Relationship is nothing, just a character development ആണ്. അതെ, നിങ്ങളുടെ ലൈഫിൽ, എന്റെ ലൈഫിൽ, ഇവന്റെ ലൈഫിൽ എല്ലാം ബ്രേക്കപ്പ് വേണം. ആ ബ്രേക്കപ്പ് വന്നാലേ നിങ്ങൾ ആ ഷെല്ലിൽ നിന്ന് വെളി വരൂ. നിങ്ങൾ എന്താ ഇത് പറയുന്നതെന്ന് ബേബി യു വിൽ അണ്ടർസ്റ്റാൻഡ് 4 or 5 years later. ഞാൻ ഒറ്റ കാര്യം പറയാം, ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ലൈഫിലെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആർക്കും മാത്രമാണ്. ഉറപ്പായിട്ടും എടാ പെണ്ണ് വരും. ഇറ്റ്സ് ദ എപ്പിസോഡ് 4 to 5. അത്രേ ഉള്ളൂ. പെണ്ണ് വരും, ലൈഫ് കിടക്കുന്നുണ്ട് ഇനി ഒത്തിരി. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം ബ്രോ. നിങ്ങൾക്ക് നാളെ രാവിലെ മറ്റേ അതുപോലെ ഒരു ഷാളൊക്കെ കെട്ടി ഒരു വാളൊക്കെ പണിഞ്ഞ് നിങ്ങൾക്ക് വേണേ മേഘാലയയിലെ എക്സ്പെഡിഷന് പോടെ. സത്യം പോയി മരത്തിനെയൊക്കെ വെട്ടി പുതിയ ലാൻഡൊക്കെ കണ്ട് വെള്ളമൊക്കെ കുടിച്ച് വെള്ളത്തിലായിട്ടൊക്കെ ചാടി 1 വർഷം കഴിഞ്ഞ് തിരിച്ചു പോവാ വൈക്കിംഗ് ആയിട്ട്. ഇതെല്ലാം നമുക്ക് പോസിബിൾ ആണ്. വി ആർ നോട്ട് ഡൂയിങ് ദിസ് ബിക്കോസ് വി ആർ ഇൻ എ ഷെൽ. നമ്മൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനായിട്ട് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ജീവികളാണ്. അപ്പോൾ ഈ അറ്റാച്ച്മെന്റിന്റെ കാര്യങ്ങളായിട്ട് പറയുന്നത് ഇപ്പം നീ 2-3 വട്ടം ചോദിച്ചു, എനിക്ക് പറയാൻ ത്വര വരുന്നു. വാട്ട് ഈസ് മോക്ഷ? എനിക്ക് ഞാൻ ഇത് ടു ദ എൻഡ് ഓഫ് ദ ടോപ്പിക് കൊണ്ടുവരാനായിരുന്നു. ഓക്കെ, എന്നാ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്നെന്ന് പറയുമ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിപ്രഷൻ ആൻഡ് വൺ റിലേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇപ്പൊ മേഘാലയനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ വരുന്നത്. സി ദർ ആർ റീസെന്റ് സ്റ്റഡീസ്. One of the major causes of depression is lack of physical activities. Yes. ഞാൻ അംഗീകരിക്കുന്നു. അതിനെ കുറിച്ച് എനിക്ക് എന്തോ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തോ പറയാം? ഹ്യൂമൻ ബോഡി എനിക്കറിയാവുന്നത് പറയാം. ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ശരിയാവാം, തെറ്റാവാം. വി ഹോപ്പ് യു ആർ റോങ്. ഹ്യൂമൻ ബോഡി പെർഫോംസ് അറ്റ് ഇറ്റ്സ് ഒപ്റ്റിമം ആൻഡ് മോസ്റ്റ് എഫിഷ്യന്റ് വേ വെൻ വി ആർ കോൺസ്റ്റന്റ്ലി ഇൻ സ്ട്രെസ്. ഞാൻ അഗ്രി ചെയ്യുന്നു. 100% ഞാൻ അഗ്രി. അത് അഗ്രി ചെയ്യുന്നത് അത് ഫാക്റ്റ് ആണ്. ബിക്കോസ് നമ്മളെ ഇപ്പൊ ഒരു പുലി പിടിക്കാൻ വരുവാണ്. അത് നിങ്ങളിപ്പോ ഒരു കാട്ടിൽ പോയി നിൽക്കുക, ഒരു പുലി പിടിക്കാൻ വരിക. യുവർ ബോഡി വിൽ പമ്പ് a lot of oxygen, a lot of blood, adrenaline പമ്പ് ചെയ്ത് നിങ്ങൾ പുലിയെ ഓടി തോൽപ്പിക്കാൻ പ്രാപ്തനാക്കുവാണ്. ഒരു ബിഗർ ത്രെട്ട് വരുമ്പം, ഒരു പുലി പിടിക്കാൻ വരുമ്പം നിങ്ങൾ വിചാരിക്കുമോ അയ്യോ എൻ്റെ പൊന്നുവിന് ഞാൻ ഇന്നലെ വള വാങ്ങിച്ചു കൊടുത്തില്ല എന്ന്? ഇല്ല ഗൈസ്, the only problem you have is you don't have enough problems. സത്യം that's the thing. അതാണ് ആൻസർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഡിപ്പെൻഡന്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അമ്മ എല്ലാം സഹിച്ച് നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്.
നീയൊക്കെ എന്തോ കാണിക്കുന്നു പറഞ്ഞ് നിന്റെ പേരൻസ് വെറുതെ വിടുന്നു ആൻഡ് യുവർ ഹോൾ ലൈഫ് ഈസ് ഒബ്സസ്ഡ് വിത്ത് യുവർ പാർട്ട്ണർ. സത്യം, യു ആർ ടു കംഫർട്ടബിൾ ദാറ്റ് യുവർ ഓൺലി പ്രോബ്ലം ഈസ് someone just 10 kilometers apart. Someone thinking that I want this Gucci bag and he's not available to produce me that. Bro, get bigger problems in your life. Start a business. സത്യം. സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രേമവും ക്രൂമും ഒന്നും അല്ല. ബ്രോ, ദി പ്രോബ്ലംസ് യു ആർ ഫേസിങ് ഡെയിലി. ഗോ ഓൺ എ ട്രിപ്പ്. നിങ്ങളെ അട്ട കടിക്കാം, നിങ്ങളെ പാമ്പ് കുത്താം, നിങ്ങളെ കാള കുത്താൻ വരാം. ബ്രോ, ആ ബോഡിയിൽ നിങ്ങളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആവാതെ കിടക്കുന്ന പല ഹോർമോൺസും പല കെമിക്കൽസും ഉണ്ടാവും. യു വിൽ ഫീൽ ലൈക്ക് യു ആർ ടേക്കിംഗ് ഡ്രഗ്സ് വെൻ യു ഗോ ടു എ ഫോറസ്റ്റ് ട്രക്ക്. സത്യം സത്യം. ഇവിടെ ലോകം കണ്ടിട്ടില്ലാത്തൊരു ഡിപ്രസ് ആയിട്ടുള്ളൂ ഞാൻ പറയും. നിങ്ങൾ ഈ സിറ്റിയില് 3 കിലോമീറ്റർ അപ്പുറത്ത് പോയി ജോലി ചെയ്യുന്നു, വരുന്ന വഴി രാത്രി പൊന്നുനെയും വിളിച്ചോണ്ട് കഫേ വരുന്നു, കഫേന്ന് വീട്ടിൽ പോകുന്നു. ദിസ് ഈസ് യുവർ ലൈഫ്. സത്യം ബ്രോ, യു വിൽ ഹാവ് ഈ 3 സ്ഥലത്തെ പ്രോബ്ലംസ് മാത്രമേ നിങ്ങളുടെ ലൈഫിലുള്ളൂ. മാനേജർ തെറി വിളിക്കുന്നു, കോവർക്കർ ഇട്ടുകൊണ്ട് വന്ന ക്യൂടെക്സ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഹൗ ഡു യു ഫൈൻഡ് കണ്ടന്റ്മെന്റ് ഇൻ ലൈഫ്? Bro, life is not about finding contentment. So what is life about you according to your philosophy? Life about me is enjoying every second and on the path of attaining moksha. The only goal. ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഞാൻ പണ്ട് ഒരു 1-2-3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറയുമായിരുന്നു, ലൈഫ് ഈസ് അബൌട്ട് ലിവിങ് ഇറ്റ് ഹാപ്പി, ലൈഫ് ഈസ് അബൌട്ട് ഫൈൻഡിങ് യുവർ പാർട്ണർ, ലൈഫ് ഈസ് അബൌട്ട് അച്ചീവിങ് യുവർ ഗോൾസ്, ലൈഫ് ഈസ് അബൌട്ട് അച്ചീവിങ് യുവർ പ്രൊമോഷൻ. 12 LPK 24 LPK പോകുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞേനെ. ബട്ട് ആസ് ദ പേഴ്സൺ ഐ എം സിറ്റിംഗ് ഹിയർ നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഓൺലി തിങ് ഐ വാണ്ട് ഇൻ മൈ ലൈഫ് ഈസ് ടു അറ്റൈൻ ദ ടേം കോൾഡ് മോക്ഷ ഓർ ലിബറേഷൻ. മോക്ഷ നമ്മൾ അവസാനത്തിൽ സംസാരിക്കും. Yeah. കൈലാസ, വാട്ട് ഇസ് യുവർ എന്താ പറയാ ഡ്രീം ലൈഫ് എന്ന് ഞാൻ പറയത്തില്ല, നിന്നെ സംബന്ധിച്ച് ഒരു ഐഡിയൽ ലൈഫ്. യാ എടാ, സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് ഇപ്പോഴും ആൻസർ കിട്ടിയിട്ടില്ല. എന്താണ് ഐഡിയൽ ലൈഫ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ആൻഡ് ഐ എം ട്രൈങ് ടു ഫൈൻഡ് ഇറ്റ്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് ആൻസർ ബിക്കോസ് ഹി ഈസ് നോട്ട് എന്താ പറയുന്ന സൊസൈറ്റിയുമായിട്ട് കണ്ടീഷൻഡ് ആയിട്ടൊരു ഉത്തരത്തിൽ എത്തിയിട്ടില്ല. യു ആർ സീക്കിംഗ് യുവർ സെൽഫ്. അല്ല, ഞാനും എല്ലാ യങ്സ്റ്റേഴ്സിനെ പോലെ ഞാനും വിചാരിച്ചിട്ടും പക്ക മെറ്റീരിയലിസ്റ്റിക് വേൾഡ് തന്നെയാണ്. ലൈക്ക് വണ്ടി വേണം, വാച്ച് വേണം, അത്ര തന്നെ. പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിച്ചു തുടങ്ങി, എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. സീരിയസ്ലി എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം ട്രൈങ് ടു ഫൈൻഡ് ഇറ്റ്. ചിലപ്പോൾ കുറച്ചെല്ലാം എനിക്കൊരു ആൻസർ പറയാൻ പറ്റും, പക്ഷേ കറന്റ് എനിക്കൊരു സ്പെസിഫിക് ആൻസർ ഇല്ല. Bro, you have to understand that every BMW ad you see in your life is just an advertisement. ബ്രോ, നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മളെ എല്ലാ സ്ക്രോൾ ചെയ്യും. BMW എത്തുമ്പോൾ നമ്മൾ നിർത്തും. നമ്മൾ കണ്ടിരുന്ന് നമുക്ക് ഡോപ്പമിൻ കിട്ടും. അത് നമുക്ക് യഥാർത്ഥത്തിൽ ലൈഫിൽ വേണോ? ഓക്കെ, വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് യു ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, വൈ? എന്താണ്? വാട്ട് ഈസ് BMW ഗിവിംഗ് യു? ഞാൻ സത്യം പറയട്ടെ, വൈ എന്നൊരു ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഐ ആം എ മെറ്റീരിയൽ മാൻ. ഞാൻ ബ്രോക്ക് ആയിട്ട് വാങ്ങിച്ച വാച്ച് 7,000 രൂപ. ഫോർ സം പീപ്പിൾ ഇറ്റ്സ് ലോട്ട്, എനിക്കിത് ലോട്ടായിരുന്നു. വൈ എന്ന് പറഞ്ഞ ചോദ്യം, നിനക്കതൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ആണ്. നീരും ഓക്കെ, ഞാൻ വേറെ സം പീപ്പിൾ ആർ വയർഡ് ഡിഫറെന്റ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പെർസ്പെക്റ്റീവ്സ് മാറ്റേഴ്സ്. എടാ, ഓരോരുത്തരുടെ ലൈഫ്, ഓരോരുത്തരുടെ വിഷൻ ഡിഫേഴ്സ്. പക്ഷേ ഞാനൊരു പോയിന്റിലെത്തി, ഈ പറയുന്നതല്ല ദ റിയൽ ഗോൾ. മെറ്റീരിയലിസം അല്ല ദ റിയൽ ഗോൾ. വൺസ് യു അച്ചീവ് ഇറ്റ്, യു വിൽ നോ ഇറ്റ്സ് നോട്ട് ദ റിയൽ ഗോൾ. ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്ന പുതിയ യങ്സ്റ്റേഴ്സ്, അങ്ങനെ ചിന്തിക്കാത്ത ഒരു ലൂപ്പിൽ പോകുന്ന ഒരു കൊക്കൂണിൽ നിൽക്കുന്ന യങ്സ്റ്റേഴ്സിന് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്ന റീതിങ്ക് അത് തന്നെയാണോ നിങ്ങളുടെ റിയൽ ഗോൾ? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. മനസ്സിലായി? അങ്ങനെ ഒരു വേറൊരു ചോദ്യത്തെ ഞാൻ വരട്ടെ. ഐ നോ പീപ്പിൾ ഹു ആർ ഹാപ്പി വിത്ത്, ഹാപ്പി എന്ന് ഞാൻ പറയത്തില്ല, ഹു ആർ വെരി കണ്ടന്റ്, സാറ്റിസ്ഫൈഡ് ആൻഡ് ദേ ഡോണ്ട് ഡ്രീം മച്ച് അബൌട്ട് ദെയർ ലൈഫ്. യെസ്, അതാണ് ഞാൻ പറയുന്നത്. പീപ്പിൾ വിത്ത് നോളജ് can be compared as the biggest curse takers. Yes, few days knowledge is curse, man. Yes, few days back ചേട്ടൻ തന്നെ അടുത്തുണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞു അല്ലേ, നോളജ് ഈസ് കേഴ്സ്. സത്യമാണ്. അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാ ദിവസവും റീല് കാണുന്നു, ഹാപ്പി ആവുന്നു, ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടുന്നു, ഡ്രസ്സുണ്ട്, എല്ലാം ഉണ്ട്, ദേ ആർ ഹാപ്പി. എന്നെക്കാട്ടിലും അവർ ഹാപ്പിയാണ്. ഞാൻ ഒട്ടും ഹാപ്പി അല്ല. ഇതിവിടൊക്കെ നമ്മൾ ഇരുന്ന് ഇത് ലോക കാര്യങ്ങൾ പറയുന്നതും ആർ വി റിയലി ഹാപ്പി? നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇതായിരിക്കും ഒരു പീസ്ഫുൾനെസ്, നമുക്ക് അറിഞ്ഞുകൂടാ. ഇഗ്നോറൻസ് ഈസ് ബ്ലിസ്. സത്യം. ഈ ലോകത്ത് നടക്കുന്ന എന്താണ്,
നിങ്ങൾ രാവിലെ എണീറ്റ് പോകുന്നു, ആർക്കോ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന നമ്മളെ പോലുള്ള ഒരാളാണ്. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു, ഇവനൊരു ജോലിക്ക് പോകാൻ തോന്നുന്നു, ഹി ഈസ് മോസ്റ്റ് പ്രോബ്ലി ഗോണ വർക്ക് ഫോർ മീ. അവന് മാസം 10,000 രൂപയും കൊടുക്കും, എനിക്ക് മാസം 10 കോടി രൂപയും കിട്ടും. അതുപോലെ ഒരാളുടെ ജോലിക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് എന്താ ബിസിനസ് തുടങ്ങാൻ കെൽപ്പില്ലാത്തതുകൊണ്ടാണോ? അല്ല, ബിക്കോസ് യു ചോസ്. എനിക്ക് അത്രയൊന്നും വേണ്ട. ഞാൻ പറയാം, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. റീസെൻ്റ്ലി എന്നെ പോലെ ഗ്രാജുവേറ്റ് ആയി ഇറങ്ങി 2 പേര്, രണ്ടുപേരും കോർപ്പറേറ്റ് ലൈഫിലോട്ട് പോയി. എന്നെ പോലെ അല്ല, അവർ 2 കോർപ്പറേറ്റ് ലൈഫിലോട്ട് പോയി. 2 പേര് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ കാര്യം പറയുന്നത്. ഒരാള് സാച്ചുറേറ്റഡ് ആയി മടുത്തു നിർത്തുക ലൈഫ്. ജീവിതം പുള്ളി വെറുത്തു. പുള്ളിക്ക് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പുള്ളിക്ക് ഇൻഡിപെൻഡന്റ് ആവണം, ഫ്രീഡം വേണം. ദ അതർ ഗൈ, പുള്ളി ഈസ് ഹാപ്പി. പുള്ളി പറയാ, ഞാൻ നൈറ്റ് വർക്ക് ചെയ്യുന്നു, എനിക്ക് വീട്ടിൽ വരാൻ ടൈമുണ്ട്, ഫണ്ട് കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, ഹാപ്പി. 2 പെർസ്പെക്റ്റീവ്സ്. ഒരാള് പീസ്ഫുൾനെസ് കിട്ടി, പുള്ളി ഹാപ്പിയാണ് പുള്ളിയുടെ ലൈഫിൽ. അത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദ വൺ ഗൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിളിനകത്ത് ജീവിക്കുന്ന ആളാണ്. അതെ, അയാൾക്ക് ഇതിന് വെളിയിൽ എന്താണ്? ഈ ട്രയാങ്കിളിന് വെളിയിൽ വന്ന് നമ്മുടെ ഈ വർക്ക് ലൈഫ്, വീട്, കോഫി ഷോപ്പിന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ വി സ്റ്റാർട്ട് ആസ്കിങ്, ഓക്കെ ഇത്രയും ലോകം വലുതാണല്ലോ, ഓക്കെ. ഇനി അങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഈ ലോകത്തിന് വെളിയിൽ എന്താണ്? സത്യം. പിന്നെ നമ്മൾ ആലോചിക്കും, ഈ മനുഷ്യരെന്താണ്? അപ്പോൾ ഈ മനുഷ്യർ തന്നെയാണോ ഈ ആത്മാവ്? ഈ ആത്മാവ് എവിടുന്ന് വന്നു? അപ്പോൾ നമ്മൾ ഈ ചാവുമ്പോൾ ആത്മാവ് എവിടെങ്കിലും പോവോ, അതോ പറന്നാണോ പോകുന്നത്, അതോ വേറൊരാളുടെ ദേഹത്ത് പോവോ? ഇതുപോലുള്ള സാധനങ്ങൾ, ചിന്തകൾ വയർ ചെയ്തിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ പോഡ്കാസ്റ്റ് ഞങ്ങൾ ഇനിയും ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. വിൽ ബി ഗൈഡിങ് യു എന്നൊന്നും പറയത്തില്ല, വിൽ ബി ട്രാവലിംഗ് വിത്ത് യു. ഞങ്ങൾ അതുപോലുള്ള ആളുകളാണ്. നമ്മൾ എത്തിയിട്ടില്ല, ഞങ്ങളും എങ്ങും എത്തിയിട്ടില്ല. വി ആർ ഓൺ ദ സെയിം പാത്ത്, ബട്ട് നൗ ഐ ഹാവ് കോൺഫിഡൻസ് ടു ടെൽ യു ദാറ്റ് വാട്ട് വി ആർ സീക്കിംഗ്. നിങ്ങൾ എന്താ സീക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എങ്കിൽ ലേൺ അബൌട്ട് മോക്ഷ ഓർ മുക്തി. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, പറയാനാ. റീസെന്റ് ഞാൻ വായിച്ചൊരു ബുക്കാ തസ് സ്പോക്ക് സരത്തൂസ്ത്ര ബൈ ഫ്രെഡറിക് നീച്ചെ. ഓക്കെ, തസ് സ്പോക്ക് സരത്തൂസ്ത്ര ഇസ് ദി എനിക്ക് വേൾഡ്സ് ബെസ്റ്റ് ക്ലാസിക് എന്ന് എനിക്ക് പറയുന്നത്. കാരണം ഐ ഹവ് റെഡ് ദോസ്തോവ്സ്കി, ഐ ഹവ് റെഡ് പോയിലോ കൊയ്ലോ, ഐ ഹവ് റെഡ് എല്ലാ എണ്ണത്തിനെ വായിച്ചിട്ടുണ്ട്. പക്ഷെ തസ് സ്പോക്ക് സരത്തൂസ്ത്രയിനകത്ത് പുള്ളി ഒരു വാക്കുണ്ട്. ഈ സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമയെ കാണുന്നില്ലേ, ആ കോൺസെപ്റ്റ് ഈ ബുക്കിൽ നിന്ന് റൈസൺ ആയെന്നാണ് പറയപ്പെടുന്നത്. തസ് സ്പോക്ക് സരത്തൂസ്ത്രയിൽ പുള്ളി ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇഫ് യു ഡു നോട്ട് ഫോളോ ദ കമാൻഡ്മെന്റ്സ് ഓഫ് യുവർ ഹാർട്ട്, ബി റെഡി ടു ബി ഫോളോഡ്. അതിനെ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാം. മനസ്സിലായില്ല. ഇഫ് യു ആർ നോട്ട് റെഡി ടു ഫോളോ ദ കമാൻഡ്മെന്റ്സ് ഓഫ് യുവർ ഹാർട്ട്, ബി റെഡി ടു ബി ഫോളോഡ്. നമ്മളെ ഫോളോ ചെയ്യുന്നു അല്ല, ബി റെഡി ടു ഫോളോ സം അതേഴ്സ്. ഓക്കേ, ബി റെഡി ടു ഫോളോ. എനിക്ക് മനസ്സിലായത്, വൺസ് നമുക്കൊരു വിഷയം, നമുക്കൊരു ഗോൾ, നമ്മുടെ മൈൻഡ് നമ്മുടെ അനുസരിച്ച് പോയില്ലെങ്കിൽ നമ്മളുടെ പാത്ത് നമുക്ക് വരും. അത് എടുത്തില്ലെങ്കിൽ നമ്മൾ വേറെ പാത്തിലോട്ട് നമ്മൾ അണ്ടറിൽ പോകും. പക്ഷേ ഇറ്റ് ഈസ് കംപ്ലീറ്റ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ഹാർഡർ ആൻഡ് ഇൻ എ മോർ സോറോ കോൺസെപ്റ്റ് ടു ലീഡ്. ഓക്കെ, ഉറപ്പായിട്ടും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട് ഇൻ ലൈഫ്. ചിലവർക്ക് കംഫർട്ടും ഫ്രീഡവും ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും മതി. ബ്രോ, എന്നെ പോലുള്ള ഒരാൾക്ക് എനിക്ക് കാടും മലയും കപ്പലും വെട്ടിപ്പിടിക്കാനും അങ്ങനെയുള്ള വയറിങ് ഉള്ള ഒരാളാണ് ഞാൻ. ഇവിടെ ഇരിക്കുമ്പോൾ വാട്ട് ഐ ഫീൽ ഈസ്, ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് മഴയൊക്കെ ഷിറ്റ്, ഇഫ് ഐ വാസ് ബോൺ ഇൻ നോർവേ, എനിക്കിന്നൊരു എക്സ്പെഡിഷന് പോകുമായിരുന്നു. ബ്രോ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇന്നലെ നമ്മൾ കമ്മ്യൂണിറ്റി പറഞ്ഞു, കുറച്ച് വർഷം കഴിഞ്ഞ് നമ്മൾ 10-30 പേരുണ്ടെങ്കിൽ വിൽ ബിൽഡ് എ ഷിപ്പ് ആൻഡ് വിൽ ഗോ ഓൺ എ സേഫ് വോയേജ്. തിരിച്ചു വരാത്ത ഒരു നോർത്ത് പോളിലേക്ക് ഒരു വോയേജ്. വി ലിറ്ററലി ടോക്ക്ഡ് അബൌട്ട് ദിസ് ആൻഡ് വി എൻജോയ്ഡ് ദാറ്റ് ടോക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് സെറ്റിൽഡ് ഫോർ എ ജോബ്, ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് സെറ്റിൽഡ് ഫോർ മണി. അവർക്കൊരു കാർ എടുത്താൽ അവരുടെ ലൈഫിൽ കണ്ടന്റ്മെന്റ് വരുമെന്ന് അവർക്ക് ഇല്ല, ഉറപ്പില്ലെന്ന് മാത്രമല്ല അറിയാം. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, there is a concept called nihilism. Nihilism എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയുന്നത് എത്രയായിരുന്നു? What you think, what you know you think, what you know, what you perceive to know doesn't have any impact on the cosmic scale. You are irrelevant. Yeah, we are irrelevant.
പുള്ളിക്ക് കേഴ്സ് ഓഫ് നോളജ് ഉള്ളൊരു പുള്ളിയാണ്. പുള്ളി നമ്മളെപ്പോലുള്ള ആളാണ്. നിഹിലിസം എന്ന് പറഞ്ഞാൽ ബുദ്ധിസത്തിന്റെ ഒരു സാധനം. ഓക്കെ, ഇറ്റ്സ് വേ ഓഫ് ലിവിങ്. പുള്ളിക്കാരൻ പറയുന്നത് what he is trying to state is what you think or what you are doing doesn't matter in the universe. അതാ പുള്ളി പറയുന്നത്. On a grand scale of cosmic universe, you think you are relevant, go die. And in Hinduism, it is the exact opposite. They said you are the universe. Only you matter to me. Oh, bullshit. കുറേ സെൽഫ് സെന്റേർഡ് ആണല്ലേ ഹിന്ദുയിസം. ഹിന്ദുയിസം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എടാ നീ ആ രണ്ട് കോൺസെപ്റ്റിന്റെ വ്യത്യാസം മനസ്സിലായോ? അതെ. One is telling people that you doesn't matter, you are imbecile, and the other one is telling you you are my universe. You are the only thing that matters to me. പക്ഷേ വേറൊരു കാര്യമുണ്ട്. കാരണം ഞാൻ നിഹിലിസം വായിച്ചിട്ടുണ്ട്, ഗീത വായിച്ചു. പക്ഷെ ഒരു ഡൗട്ട് ഇല്ല, രണ്ടിലെ സബ്ജക്ട് വ്യത്യാസമില്ലേ? ഫസ്റ്റിൽ പറയുന്ന വേൾഡ് ആണ് സബ്ജക്ട്, രണ്ടാമത്തെ പറയുന്നത് ഇൻഡിവിജ്വൽ അല്ലേ എനിക്ക് സബ്ജക്ട്. ആദ്യമേ വന്നെന്തോ അറിയോ, നിഹിലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒരു മോറൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. പക്ഷെ ഗീതയിലും ഈ ഹിന്ദു റിലീജിയൻ അല്ല പറയുന്നത്, സിവിലൈസേഷനിൽ പറഞ്ഞിരുന്ന കോൺസെപ്റ്റ് ഇച്ചിരി ഡെപ്തിലാണ്, ഇച്ചിരി ഫിലോസോഫിക്കല, ഇച്ചിരി you have to സനാതന ധർമ്മം, you have to see the wider spectrum. Yes bro, 14 ലോകമൊന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതെ. ഓക്കെ bro, the things അവിടെ കഴിഞ്ഞില്ല. 14 വേറെ പല ഗ്രന്ഥങ്ങളും ബുക്കുകളും, എനിക്ക് എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ മറ്റേ ഹേറ്റർ മറിച്ച ഹേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ബ്രോ യു ഓൺലി റെഡ് വൺ ബുക്ക്. ഒറ്റ മതമേ നീ വായിച്ചിട്ടുള്ളൂ. ഞാൻ എല്ലാ മതവും ആർത്തിയോട് ആക്രാന്തത്തോടിരുന്ന് വായിച്ച് തീർത്ത ആളാണ്. ആൻഡ് ഐ ലൈക്ക് എവ്രി വൺ ഓഫ് ദം. പക്ഷെ ഞാനൊരു റിയലിസ്റ്റിക് ആളാണ്. ഐ കമ്പയർ ഫാക്ട്സ്, നോട്ട് ഗോഡ്സ്. അപ്പോൾ ഒരു മതം ലോകം 6000 വർഷങ്ങൾക്ക് മുന്നെയാണ് തുടങ്ങിയത്, നിങ്ങൾക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ, ഈ ലോകത്തിന് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഒരു മതം പറയുമ്പോൾ വേറൊരു മതം അതേ സമയത്ത് തുടങ്ങുന്നത് എങ്ങനെ അറിയാമോ? ഈ 14 ലോകമെന്നും പറഞ്ഞുകൊണ്ടാണ്. യു ആർ ഓൺലി ലിവിങ് ഇൻ ദ 8ാമത്തെ ലോകം. നിന്റെ മുകളിൽ 7 ലോകവും താഴെ 8 ലോകവും ഉണ്ട്. ഇവിടൊക്കെ ഉള്ള ആളുകളുടെ പേരും ഇവരൊക്കെ ഉള്ള ആളുകളുടെ ഡിസ്ക്രിപ്ഷൻസും വെച്ചാണ് ഇവർ തുടങ്ങുന്നത്. അപ്പോൾ ദീസ് ആർ നോളജ് വി ആർ മിസ്സിങ് ഔട്ട്. ഡസൻറ്റ് മാറ്റർ യു ആർ ക്രിസ്ത്യൻ, മുസ്ലിം, ജൈൻ, ഹിന്ദു, എനിത്തിങ്. ഇഫ് യു ആർ ലിവിങ് ഇൻ ഭാരത്, ട്രൈ യുവർ ബുക്സ്. ഐ മീൻ റിലീജിയസ് ആണെന്ന് പറയുന്ന ബുക്സ്. And I assure you, Bhagavad Gita and Ramayana are not religious books. അത് ഹിന്ദു മതം പ്രലോഭിപ്പിക്കാനും BJP-ക്കാരും കൂടി ഈ 2 ഗ്രന്ഥങ്ങളും മതത്തിലേക്ക് ഫേസ് ആക്കി തീർത്തതാണ്. അതെ, രാമായണവും ഭഗവത്ഗീതയും ഹിന്ദു ബുക്സ് അല്ല. കാരണം കൃഷ്ണനോട് നീ ഹിന്ദു ആണെന്ന് ചോദിച്ചാൽ ഏത് ഹിന്ദു എനിക്കറിയത്തില്ലല്ലോ എന്ന് പറയും. രാമൻ വാസ് നോട്ട് എ ഹിന്ദു. ഇങ്ങനൊന്നുമില്ല. കാരണം ഈ 2 ബുക്കുകളും ഈ ഭാരതം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന 2 യുദ്ധങ്ങളുടെ ഇൻസ്ക്രിപ്ഷനാണ്. ഈ 2 ബുക്കുകളും നമ്മുടെ ഭാരതത്തിലെ ഇപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന മതങ്ങൾ അവർക്ക് ബുക്കുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ബുക്കുണ്ട്, മുസ്ലിംസിന് ബുക്കുണ്ട്, നമുക്കൊന്നുമില്ല. ഒരു കാര്യം ഇവിടെ 2 കിടപ്പുണ്ട്, അത് എടുത്തു വെക്കാം. ഇതാണ് നടന്നത്. സോ whenever somebody is quoting രാമായണ or മഹാഭാരത, ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ടെക്സ്റ്റ്. രാമനും കൃഷ്ണനും റിലീജിയസ് ആളുകളെ അല്ല. ഇപ്പൊ നിങ്ങൾ രാമന്റെ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യുന്നത്? 2 ദിവസം ചിക്കൻ തിന്നാതിരിക്കുക, മീൻ തിന്നാതിരിക്കുക, ഭാര്യയുടെ കൂടെ കിടക്കാതിരിക്കുക. രാമൻ എന്തോ ചെയ്താൽ അറിയാവോ? രാമൻ എന്തോ തിന്നുന്ന അറിയാവോ? രാവിലെ ഇറങ്ങും അമ്പും വില്ലുമായിട്ട്. എന്നിട്ട് വെറും മാനയല്ല, കസ്തൂരി മാനെ അമ്പ് ചെയ്ത് ബാർബിക്യുമായിട്ടായിരുന്നു അണ്ണൻ തിന്നുന്നത്. അണ്ണനും അനിയനും കൂടെ. അവന്റെ ഫേവറേറ്റ് കസ്തൂരി മാന. എന്താ അറിയാവോ? അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അതിന് സ്മോക്കി ഫ്ലേവർ ഉണ്ടെന്ന്. മനസ്സിലായോ? അങ്ങനെയുള്ള അണ്ണന്മാരാണിത്. അല്ല, ഞാൻ പല ഹിന്ദു മിത്തോളജിയിലുള്ള പല ദൈവങ്ങളും പലരും മാംസം ഭക്ഷിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്രയോ പേര്. അപ്പോഴാണ് ഇവിടുന്ന് വ്രതം എടുത്ത് പോയി ദൈവത്തെ കാണുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഹിന്ദു മതം എന്ന് പറയുന്ന സാധനം ഈസ് അണ്ടർ അറ്റാക്ക് ഫ്രം എന്താ പറയുന്നത്, പല സ്ഥലത്തും. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് ഹിന്ദുയിസം ഒരു സിവിലൈസേഷൻ ഫിലോസഫി എന്ന് പറയുന്ന സാധനത്തിനെ അതൊരു മതമാക്കി മാറ്റി ഒരു റിലീജിയസ് അറ്റാക്കിൽ ഇരയായി വന്നു. ഞങ്ങളുടെ വീട്ടില് RSS വരും. RSS വന്ന് അമ്പലത്തിൽ പറഞ്ഞാൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയും. നമ്മൾ പോകത്തില്ല. വി ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി മദർ ആക്ടിവിറ്റി. പക്ഷേ വി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂസ് ഓഫ് ഹിന്ദുത്വ ആൻഡ് സനാതന
ആൻഡ് ബൈബിൾ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാമിസം. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഞങ്ങൾ ഇതെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം പറയും എന്നും പറയുന്നുണ്ട്. ഡോണ്ട് കാറ്റഗറൈസ് മീ ആസ് എ ഹിന്ദു നാഷണലിസ്റ്റോ അങ്ങനെയൊന്നും പറയരുത്. 2-3 കമന്റ് കണ്ടു, ആ കമന്റ് കണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല, നീ കമന്റ് ഇട്ടിട്ട് പൊക്കോ, ഞാൻ പറയാനുള്ള ഇവിടുന്ന് പറയും. ഒരാൾ എന്നെ ത്രട്ടൺ ചെയ്തേക്കാണ്, നീ ഹിന്ദുത്വത്തിനെ പറ്റി സംസാരിച്ച നിന്റെ ചാനൽ താഴോട്ട് പോകും, ഇനി അത് ഇടരുതെന്ന്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ പറ്റത്തില്ല ബ്രോ. ഞാൻ അവനോട് പറഞ്ഞു, ഇത് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ബ്രോ നീ കാണണ്ട. കാരണം ഇതിൽ നിന്ന് കാശിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഈ അക്കൗണ്ട് ബാൻ ചെയ്താൽ നാളെ ഞാൻ വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി 4 വ്യൂവേഴ്സേ ഉള്ളെങ്കിൽ ഞാൻ ഇതുപോലെ വന്നിരുന്ന് പറയും. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വട്ടം എന്താ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾ പറയും നിങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ല, അത് പോരെ, അവരെ ഉള്ളതിൽ താങ്ക്സ് പറയാൻ. എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ കൺവേർഷന്റെ കാര്യം പറഞ്ഞല്ലോ ബ്രോ, ആ കൺവേർഷൻ എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ആരും ട്രിഗർ ആവരുത്. ഇറ്റ്സ് എ ഹാർഡ് ട്രൂത്ത് ആൻഡ് വി അക്സെപ്റ്റ് ദാറ്റ്. നമ്മളുടെ അച്ഛന്മാർ ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിമും ആണ്. ഓക്കെ, യു ഗൈസ് ഓർ ഐ ആം. ഞാൻ ഫോളോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് മതങ്ങൾ ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അങ്ങനെയുള്ള രാജ്യത്താണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യം പറയുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് എന്നോട് പറയാൻ നിനക്ക് അധികാരമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യു ക്യാൻ ലീവ് ദിസ് ചാനൽ. അത്രയേ ഉള്ളൂ. ഐ എം നോട്ട് ഗോണ അപ്പീസ് എനിവൺ, ജസ്റ്റ് ലൈക്ക് കോൺഗ്രസ് പാർട്ടി. നമുക്കിനി ഫിസിക്സിലേക്ക് പോവാം. ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്തെന്ന് നോക്കണ്ടറിയോ? യെസ്. വാട്ട് ഇസ് ഇറ്റ്? എക്സ്പ്ലെയിൻ. ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് പറയത്തില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എന്താ ഈ സാധനത്തിനെ ഐൻസ്റ്റീൻ വർണ്ണിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീൻ ആണ് ആദ്യമായിട്ടല്ല നീൽ ബോർ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ യു ടേക്ക് 2 എന്താ പറയുന്നത് ആറ്റംസ് എന്ന് ഞാൻ പറയത്തില്ല, 2 ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്തിലാണ് സംഭവിക്കുന്നത്? ന്യൂറോൺസ് ആണോ പ്രോട്ടോൺസ് ആണെന്ന് വെച്ചു. 2 ഒരേപോലുള്ള പ്രോട്ടോൺസിനെ എടുത്തിട്ട് ഡൂയിങ് സംതിങ്സ് ഇവരുടെ എൻടാങ്കിൾ ചെയ്യുവാന്നാണ് ആ പ്രോസസ്സിൽ പറയുന്നത്. ഇവരുടെ സ്പിൻ ഓപ്പോസിറ്റ് ആക്കുവോ, ഇവരെ ഒരേ സാധനത്തിലിട്ട് എന്തോ ചെയ്ത് എൻടാങ്കിൾഡ് ആക്കുക, എന്നിട്ട് ഇവരെ മാറ്റുക. എന്നിട്ട് യു ആർ ടേക്കിംഗ് 1 ആറ്റം ടു എന്താ പറയുക ആൻഡ്രോമീഡിയ ഗാലക്സി, വേറൊരു ഗാലക്സി കൊണ്ട് അതുപോലെ വെച്ചേക്കുക. അപ്പം ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സാധനം എന്ന് നമുക്കറിയാവുന്നത് ഇപ്പോൾ ലൈറ്റ് ആണ്. ലൈറ്റ് അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ. അപ്പൊ ലൈറ്റിന്റെ ട്രാവൽ സ്പീഡ് ഇവിടുന്ന് സൂര്യൻ എത്തണമെങ്കിൽ തന്നെ 7 മിനിറ്റ് എടുക്കും. ന്യൂട്രീനോ എന്ന് പറയുന്നത് നമുക്ക് വരാം. ഇവിടുന്ന് ലൈറ്റ് സൂര്യന്റെ എത്തണമെങ്കിൽ തന്നെ 7 മിനിറ്റ് എടുക്കും. എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇപ്പോ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭൂമിയിലുള്ളവർക്ക് പൊട്ടിത്തെറിക്കുന്നത് കാണാൻ മനസ്സിലായി. അപ്പം ദാറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ വി ക്യാൻ സെൻഡ് ഇൻഫർമേഷൻ. കാരണം ആ പൊട്ടി എന്നുള്ള ഇൻഫർമേഷൻ ലൈറ്റ് ആയിട്ട് ഇവിടെ എത്തണ്ടേ. അപ്പം ഇതുപോലെ തന്നെ ആൽഫ സെഞ്ചുറിയിലാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലൈറ്റ് ഇയർ എന്നാ പറയുന്നത്. ആൽഫ സെഞ്ചുറി ഈസ് ലൈക്ക് 7 or 10 അല്ല 100 എത്ര ലൈറ്റ് ഇയർ ആണ്. ലൈറ്റ് ഇയർ ആണ് പ്രിസൈസ്ലി 100 എന്ന് വെക്കാം. 100 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ആൽഫ സെഞ്ചുറി പൊട്ടിയാൽ 100 വർഷം എടുക്കും അത് പൊട്ടിയത് ഇവിടെ കാണാൻ. അപ്പൊ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് ആൽഫ സെഞ്ചുറി. സൺ ഈസ് 7 minutes. പക്ഷെ ഈ എൻടാങ്കിൾഡ് ആയിട്ടുള്ള ഈ സാധനം ആൽഫ സെഞ്ചുറി കൊണ്ടുവച്ചിട്ട് ആൽഫ സെഞ്ചുറിയിൽ ഇരിക്കുന്ന ഈ സാധനം ദാണ്ടെ ഇങ്ങനെ നനങ്ങിയ ഇതിവിടെ മനസ്സിലായി. സീറോ ലേറ്റൻസി. ജസ്റ്റ് ലൈക്ക് ഞാൻ ഇത് എങ്ങനെ കറക്കുന്നോ അതേ സ്ഥലത്ത് ഇതും കറങ്ങും. പിന്നെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇത് അനങ്ങുമെന്നല്ല, ബട്ട് ഇറ്റ് ഷോസ് പൊളാരിറ്റി ആൻഡ് ഷോസ് ദ റിയാക്ഷൻ. ഇതിന്റെ ഒരു കൈൻഡ് ഓഫ് നോട്ട് ദ സെയിം ഹ്യൂമൻസിന് എക്സ്പീരിയൻസ് ചെയ്യുന്നു പറഞ്ഞാൽ വാട്ട് ഡു യു തിങ്ക്? ക്ലോസ് റിലേറ്റീവ്സ് നോ സംതിങ് ലൈക്ക് ദാറ്റ്. വേറെ ഒന്നുമല്ല, ഈ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ഇവര് എന്തോ സ്കെയില് ഫോട്ടോഗ്രാഫി ചെയ്ത് യിൻയാന്റെ പടം വന്നു. എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും, പല സീരീസിലും പല മൂവീസിലും കണ്ടിട്ടുണ്ടായിരിക്കും. There should be some reason for it. അതൊക്കെ ചിന്തിച്ച് കാണുമല്ലോ. അതേപോലത്തെ ഡെപ്തിലുള്ള എനിക്ക് അത് കണ്ടപ്പോൾ ആകെ തോന്നി എന്താ പറയുക, നമ്മുടെ യിൻയാങ്ങിന്റെ കണക്കുള്ള ഒരു നോളജ് ഉള്ള സിവിലൈസേഷനിലാണ് നമ്മൾ ജീവിച്ചത്. ഒന്നും പറയാനില്ല, we are detuned.
അങ്ങനത്തെ സിവിലൈസേഷനിലേക്ക് നമ്മൾ വീണ്ടും we have to rediscover shit. Yes. That is very bad. So we are on the final minutes. No. We are What talking is some. moksha? ഇല്ല, അതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാം. Sorry guys, I am എപ്പോഴും റെസ്ട്രിക്ട് ചെയ്യുന്ന പറഞ്ഞാൽ I want to keep it under 1 and 5 minutes hour. ഓക്കെ, ബട്ട് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിട്ട് ഐ വാണ്ട് ഹിം ടു ടോക്ക് അബൌട്ട് എന്തോ പറയാൻ വന്നായിരുന്നു. അല്ല, ഞാൻ ക്വാണ്ടം ക്വാണ്ടം എൻടാങ്കിൾമെന്റ് കാര്യം എന്തോ പറയാൻ വന്നു. നമുക്ക് മനുഷ്യർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ അമ്മമാർക്ക് പലപ്പോഴും നിങ്ങൾക്കും അറിയാതിരിക്കും, ഞാനൊരു കോമൺ ആണ്ട സൈഡിൽ നിന്ന് പറയുവാണ്, ഞാൻ പല കുരുത്തക്കേടെന്ന് പറയുന്നില്ല, ഞാൻ പല വള്ളിയിൽ ഒപ്പിച്ച് നിൽക്കുമ്പോൾ പോലും എൻ്റെ അമ്മയ്ക്ക് പലതും തോന്നി എന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് വീണ് കിടന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഓക്കെ ഇൻറ്റ്യൂഷൻ ഫൈൻ. എൻ്റെ അമ്മ എന്നെ, ഞാൻ വണ്ടിയിൽ നിന്ന് വീണ് കിടന്നിട്ട് എണീറ്റിക്കും. അപ്പം ആൾക്കാരൊക്കെ കൂടിക്കുമ്പോൾ അമ്മയുടെ കോള് വന്നു, ഞാൻ ഫോൺ എടുത്തു. അമ്മ ചോദിക്കുക, നീ ഓക്കെ ആണോ, എന്തെങ്കിലും പറ്റിയോ? ഞാനില്ല, കുഴപ്പമില്ല, എനിക്കെന്തോ തോന്നി അതുകൊണ്ട് വിളിച്ചാൽ, നീ ഓക്കെ ആണോ? ഞാൻ കരുനാഗപ്പള്ളി കിടക്കുക, എൻ്റെ അമ്മ ട്രിവാൻഡ്രത്താണ്. ആൻഡ് എന്താണെന്നറിയത്തില്ല, ഷീ ഗോട്ട് ആൻ ഇൻറ്റ്യൂഷൻ, ഷീ കോൾ മീ, ദെയർ ഈസ് സംതിങ്. ആ ഡേ എനിക്ക് ട്രിഗർ ചെയ്തു. ജസ്റ്റ് വൺ ഇൻസിഡൻറ്റ്, പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. വൺ ഇൻസിഡൻറ്റ് ട്രിഗർ ചെയ്തു, കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ ക്വാണ്ടം എൻടാങ്കിൾമെൻ്റ് എന്നൊരു ലൈക്ക് ആ ഒരു ടോപ്പിക്സും കാര്യങ്ങളും തലയിലോട്ട് വന്നത്. സോ ദെയർ ഈസ് സംതിങ് ദാറ്റ് റിലേറ്റ് ഹ്യൂമൻസ് ടു. ഉറപ്പായിട്ടും, കാരണം ഇത് തന്നെയൊക്കെ ആവാം ടെലിപ്പതി എന്ന് പറയുന്നത്. ബിക്കോസ് റൈറ്റ് നൗ ഒരു 1-2 മാസത്തിന് മുന്നേ ഐ സോ സയന്റിസ്റ്റ് കൺഫേമിംഗ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 people ഇൻ ഡ്രീം സക്സസ് ആയിരുന്നു. ഞാൻ കേട്ടിരുന്നു. 2 ആളുകളെ അവര് കിടത്തിയിട്ട് ന്യൂറലിങ്കിലാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ന്യൂറലിങ്ക് ഡിഡ് ഓർ സം അതർ ഫാക്ടറി, ഹ്യൂമൻ മൈൻഡ് മെഷീൻ ഫാക്ടറി ഇൻ ഫിലോഡൽഫിയ അതെന്ന് തോന്നുന്നു. 2 പേരെ കിടത്തിയിട്ട് ഡ്രീം കൊടുത്തിട്ട് ഒരാൾക്കൊരു മെസ്സേജ് കൊടുത്തു. ഓക്കെ, ആൻഡ് ഹി വാസ് ലേറ്റർ, ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഹി വാസ് ട്രെയിനിങ് ഫോർ ദ ലാസ്റ്റ് 21 years. ഓ ബ്രോ, അതെങ്ങനെയാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് ഹി വാസ് ഗിവൺ എ മെസ്സേജ് ആൻഡ് ദേ ബോത്ത് വെന്റ് ടു സ്ലീപ് ജസ്റ്റ് ലൈക്ക് ഇൻസെപ്ഷൻ. ഇവർ വെയിറ്റ് ചെയ്തു. സ്ലീപ്പിൽ ഇയാൾക്ക് ഈ പറഞ്ഞ കാര്യം, ചിലപ്പം മാങ്ങ പച്ച അല്ലെങ്കിൽ സാധനം കയ്യിലുണ്ടോ, അങ്ങനെ സം മെസ്സേജ്. ആൻഡ് വെൻ ദി അതർ ഗൈ വോക്ക് അപ്പ്, പറഞ്ഞു വന്നിരുന്നു, സാധനം കിട്ടിയിട്ടുണ്ട്. ടെലിപ്പതി. അപ്പോ അത് നമുക്കിപ്പോ അറ്റൈൻ ചെയ്യാൻ എന്താ പറയുക, നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അയാളുടെ ബോഡിയിൽ ഫ്ലൂറിൻ ഇല്ല, അയാളുടെ ബോഡിയിൽ യോഗ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ യോഗ, ആസനം, കൂസനം, പ്രാണായാമം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ വെസ്റ്റേണേഴ്സ് ആൻഡ് സയന്റിസ്റ്റ് ആർ മേക്കിംഗ് പീപ്പിൾ സിറ്റ് ഹിയർ ആൻഡ് ഡു യോഗ so that they can have telepathic communication. I believe in some form. എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ആണ് ദ ഫോം ഓഫ് ഇൻസ്റ്റിങ്സ്. ഇൻസ്റ്റിങ്സ് അടിക്കത്തില്ലേ? എനിക്കെപ്പോഴും അടിക്കും, മിക്കവരും എപ്പോഴും അടിക്കും. പക്ഷെ അതിനൊരു ലോജിക്കൽ റീസണിങ് അക്കോർഡിംഗ് ടു നമ്മുടെ സയൻസ് വി കാൺട്ട് ഗിവ്. ശരിയാണ്. അത് ഒരു റീസൺ. എനിക്കൊരു തിയറി ഉണ്ട്, ഞാനത് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ താന്ത്രിക് എക്സ്പെർട്ട് വരുമ്പോൾ ചോദിക്കാനിരിക്കുകയാണ്. So my last question to you is, what is moksha? Moksha. Explain moksha. എനിക്ക് മോക്ഷ എന്തൊന്നും അറിയത്തില്ല. I never heard ഉണ്ട്. പക്ഷേ മോക്ഷയിലോട്ട് പോകാൻ ഞാൻ ഒരു കഥ പറയാം. Have you guys heard of Aghoras? അഘോരീസ്. എന്താണ് അഘോരി? നിനക്കറിയാം അഘോരി? എനിക്കറിയാം അഘോരീസ് ലോകത്തുള്ള എല്ലാ സുഖങ്ങളും വിട്ട് they are only living a life to exist. എനിക്കറിയുന്നില്ല, ഞാൻ മനസ്സിലാക്കിയ വെച്ചിട്ട് they are trying to cut off ego. Yes, they are trying to cut off ego. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈഗോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് അഘോരീസിൽ നിന്ന് മോക്ഷയിലോട്ട് എത്തണം. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയണം. നമ്മളുടെ സ്ക്രിപ്ചേഴ്സിൽ ഒരു കാര്യമുണ്ട്, അഷ്ടവക്ര ഗീത എന്ന് പറയുന്ന ഒരു ഗീതയുണ്ട്. അഷ്ടവക്ര ഗീത എന്ന് പറയുന്നതിനകത്ത് അഷ്ടവക്രൻ എന്ന് പറയുന്ന ഒരാള് ഒരു രാജാവിന്റെ അടുത്ത്, രാജാവിന്റെ പേര് മറന്നുപോയി, അല്ല രാജാവിന്റെ മോനല്ല, രാജാവിന്റെ അടുത്ത് പോയി ഒരു ചോദ്യം ചോദിക്കുവാണ്. അപ്പോ ഈ രാജാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനറസും ഭയങ്കര ജ്ഞാനമുള്ളതും, എനിക്ക് ജനകനാണോ എന്തോ എനിക്ക് അറിയൂടാ, നോട്ട് കോട്ടിങ് ഹിം റോങ്. പുള്ളി ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, വൈരാഗ്യം ച കഥം പ്രാപ്ത ഏതത് ബ്രൂഹി മമ പ്രഭോ എന്ന് പറഞ്ഞാൽ, ഹൗ ഡു ഐ അറ്റൈൻ ദ മാക്സിമം ഫോം ഓഫ് വൈരാഗ്യ?
ഓക്കെ. വൈരാഗ്യ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. വൈരാഗ്യക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ല, വൈരാഗ്യക്ക് മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല. ബട്ട് ഐ ക്യാൻ ട്രൈ ടു എക്സ്പ്ലെയിൻ ടു യു ഇൻ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഹേറ്റ് പറയാൻ പറ്റുമോ? ഹേറ്റ് ഹേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. വൈരാഗ്യ ഈസ് ദ എബിലിറ്റി ടു കൺട്രോൾ യുവർ സെൽഫ് ഫ്രം ദി എക്സ്റ്റേണൽ വേൾഡ്. ഓ, ഞാൻ വിചാരിച്ചതിന് ടോട്ടലി ഓപ്പോസിറ്റ് ആണ് കേട്ടോ. യെസ്, ഞാൻ വൈരാഗ്യ എന്ന് വെച്ചാൽ ആ വൈരാഗ്യം എങ്ങനെയാണ് നമ്മുടെ മലയാളത്തിൽ കണക്ട് ആണെന്ന് വെച്ചാൽ, വൈരാഗ്യ ക്യാൻ ബി ക്ലോസ്ലി ഡിഫൈൻഡ് അസ്. ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഡസന്റ് ഹാവ് എ ട്രാൻസ്ലേഷൻ. വൈരാഗ്യ ക്യാൻ ബി ഡിഫൈൻഡ് അസ് ദ എബിലിറ്റി ടു കൺട്രോൾ യുവർ സെൽഫ് ഫ്രം എനി ഇമോഷൻസ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്. എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ വെളിയിലത്തെ ലോകത്തു നിന്ന് നിന്നെ ഇപ്പോൾ ഒരാളൊന്ന് വാളും കൊണ്ട് വെട്ടി, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക. എന്നാൽ ഇതും സ്റ്റോയിസിസം ഒന്നാന്ന് വെച്ചാൽ സ്റ്റോയിസിസം ഈസ് ട്രൈങ് ടു, ഇറ്റ്സ് എ ഫോം ഓഫ് വൈരാഗ്യ. അതാണ് യഥാർത്ഥ വൈരാഗ്യം. നീ എന്നെ ഇപ്പൊ ചെവിക്കുറ്റിക്ക് അടിച്ചു, ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്കത് വൈരാഗ്യം ഉണ്ടായോണ്ടാ നിനക്ക്. ഓക്കെ ഫൈൻ. എന്റെ വൈരാഗ്യം ഈസ് നോട്ട് സ്ലാപ്പിംഗ് യു ബാക്ക്. മലയാളത്തിൽ ആ ഒരു വാക്കിന് പല അർത്ഥങ്ങളല്ലേ? വൈരാഗ്യം എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ ഇതേ മീനിങ്ങിൽ വന്ന് പക്ഷെ ഹ്യൂമൻ ബിഹേവിയർ കൊണ്ട് ആ വാക്കിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആയി. ലിറ്ററലി ഹ്യൂമൻ ബിഹേവിയർ ഉണ്ട്. വൈരാഗ്യം എന്തുവായി? എന്നെ ഒരാളൊന്ന് അടിച്ചാൽ തിരിച്ചടിക്കണം, അതാണ് വൈരാഗ്യം. ആ ഇന്റൻഷൻ ആയി വൈരാഗ്യം തിരിച്ചടിക്കാനുള്ള. Actually what vairagya is the act of not responding to a threat. ഓക്കെ, പക്ഷെ കറന്റ്ലി അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്റ്റോയിസിറ്റി, സ്റ്റോയിക് മെന്റാലിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. എക്സ്റ്റേണൽ റിസപ്റ്റേഴ്സ് എന്നല്ല. ഇപ്പൊ ഞാൻ രാവിലെ എണ്ണീറ്റ് എൻ്റെ കുഞ്ഞിന് വയ്യ, അവക്ക് മരുന്ന് വാങ്ങിക്കാൻ ഞാൻ കടയിലോട്ട് പോവാ, ദാറ്റ് ഈസ് മൈ മിഷൻ. ഇതിൻ്റെ ഇടയിൽ ലോകത്ത് എന്ത് വന്നാലും ഞാൻ കുഞ്ഞിന്റെ മരുന്നുമായിട്ട് വീട്ടിൽ എത്തിയിട്ടേ എന്തുള്ളൂ. എന്റെ തല വെട്ടിക്കളഞ്ഞാലും ഞാൻ ഇഴഞ്ഞ് അവിടെ പോകും. അതാണ് വൈരാഗ്യ. മോക്ഷ വൈരാഗ്യ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വൈരാഗ്യ ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു, എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓർ ഇൻഫ്ലുവൻസിങ് തിങ്സ്. അപ്പോ അഘോരന്മാര് ഈ വൈരാഗ്യ പഠിച്ച് ഒരു 2, 3, 4, 5 ലെവൽസ് ഉണ്ട്. ഇതിനകത്ത് ലാസ്റ്റ് ലെവൽ എന്താ അറിയാമോ? ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി പോഡ്കാസ്റ്റ് ആണ്. ഇനി മുതൽ കേൾക്കുന്നത് കുഞ്ഞുങ്ങളാണെങ്കിൽ കേൾക്കണ്ട, പ്ലീസ് കട്ട് ഓഫ്. യെസ്, നിർത്തിയിട്ട് വെക്കോ. വേറെ വൃത്തിയേടൊന്നും അല്ല. കുഞ്ഞുങ്ങളാണെങ്കിൽ ശരിക്കും ഞങ്ങൾ എബോ 18 റെസ്ട്രിക്ഷൻ എടുത്തില്ല, കാരണം വ്യൂസ് ഒട്ടും കിട്ടുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങള് കാണുവാണെങ്കിലും അത് നമ്മൾ വൃത്തിയേടൊന്നും പറയാൻ പോണില്ല ഇവിടെ. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് നമ്മുടെ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോ അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? ഫുള്ള് ഇതാണ്, സെക്സും കാര്യങ്ങളും കാമദേവനും രതിദേവിയൊക്കെ പറ്റിയാണ്. തുണിയില്ലാത്ത ദൈവങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതിനെ പറ്റിയാണ് ഈ അഘോരാസിൻ്റെ. ഇത് ഡീപ്പ് നോളജാണ്. അഘോരാസിൻ്റെ 3, 4 ഘട്ടം കഴിഞ്ഞിട്ട് അവസാനം ഇവർക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാലേ ഇവര് അഘോരാസ് ആയിട്ട്, അല്ലെങ്കിൽ ടൈം സ്പാൻ ഇല്ലേ അവർക്ക്? എത്ര 12 വർഷമോ 15 വർഷമോ 20 വർഷമോ എന്തോ കഴിഞ്ഞിട്ടേ ഈ ടെസ്റ്റിന് അപ്ലൈ ചെയ്യാനെങ്കിലും പറ്റത്തുള്ളൂ. ദിസ് ടെസ്റ്റ് ഈസ് ലൈക്ക്, ഞാൻ ഈ പറയുന്നത് ശരിയാവാം തെറ്റാവാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അഘോരാസ് ഈ ഹാഫ് ബേൺഡ് ബോഡീസ് ഒക്കെ കിട്ടും. ഈ ഹാഫ് ബേൺഡ് ബോഡീസിനെ ഫൈനൽ ടെസ്റ്റുകൾ പോലെ ഒരു ടെസ്റ്റാണ് എടുത്തുകൊണ്ട് വെച്ച് ദേ ഹാഡ് ടു പെർഫോം ദ ആക്ട് ഓഫ് mating with the body. Yes. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ അഘോരാസ് ഷുഡ് പെർഫോം ദ ആക്ട് ഓഫ് മേറ്റിംഗ് കംപ്ലീറ്റ്ലി, ബട്ട് ഹിസ് മൈൻഡ് ഷുഡ് നോട്ട് ബി ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് ആക്ട്. അത് അല്ലാതെ റിയൽ ബോഡീസിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അഘോരാസിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഹാഫ് ബേൺ ഡെഡ് ബോഡിയിൽ നിനക്ക് അടുത്ത് പോകാൻ പറ്റുമോ? നിനക്കതിൽ തൊടാൻ പറ്റുമോ? ലെറ്റ് അലോൺ യു ഹാവ് ഇന്റിമേറ്റ് ആക്ട് വിത്ത് ഇറ്റ്. പറ്റത്തില്ല. നിനക്ക് പറ്റാം.
യെസ്. അപ്പോൾ ഇത് പെർഫോം ചെയ്യുമ്പോൾ ഹിസ് ബോഡി ഷുഡ് പെർഫോം ദി ആക്ഷൻ ബട്ട് ഹിസ് മൈൻഡ് ഷുഡ് ബി സംവെയർ എൽസ് ഡൂയിങ് അതർ തിങ്സ്. എന്ന് പറഞ്ഞാൽ ഹിസ് മൈൻഡ് ഷുഡ് നോട്ട് ബി ഇൻവോൾവ്ഡ് ഇൻ ദിസ് സെക്ഷുവൽ ആക്ട് ബട്ട് ഹിസ് ബോഡി ഷുഡ് ബി ആക്ടിങ്. എന്ന് പറഞ്ഞാൽ the final performance is to show the guru that he has separated his body and his mind and he can perform or give different duties to his ബോഡിയോട് പറയാം നീ അത് ചെയ്യ്, and he can command his mind to do other things. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, Yeah, our bodies live in a 3-dimensional world. yeah. What if our mind is not in a 3-dimensional Our world? mind is definitely What not if in അല്ലല്ലോ. a What if അല്ല അവിടെ. അതായത് ഒരു ഹയർ ഡിമെൻഷനിൽ Yes. ഈ ഒരു സെപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാള് എടാ, There will be people. There will be people. എടാ, they will be god like because നമ്മുടെ മൈൻഡ് ഇപ്പൊ ഇന്നലെ പോണോ അടുത്ത സെക്കൻഡിൽ ഇന്നലെ പോവാം. ബിക്കോസ് ടൈം ബൗണ്ട് ഓർ സ്പേസ് ബൗണ്ട് അല്ലാത്തൊരു സാധനത്തില് ജീവിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മുടെ മനസ്സ്. മനസ്സിലായോ? നിനക്ക് ഇന്നലെ പോണമെങ്കിൽ യു ക്യാൻ ഗോ ടു ഇന്നലെ ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്. ടൈം ബൗണ്ട് അല്ല. നിനക്ക് നാളെ പോണോ, നിനക്ക് 100 വർഷം കഴിഞ്ഞ ഒരു ആൾട്ടർനേറ്റ് റിയാലിറ്റി പോണോ, നീ വിചാരിക്കുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് നിനക്ക് അവിടെ പോകാൻ പറ്റും. ബ്രോ, ഇറ്റ്സ് എ വെരി വാസ്റ്റ് വേൾഡ്. അപ്പോൾ ഈ ബോഡിയും മൈൻഡും ഒന്നല്ല രണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി 10-12 വർഷം കഴിഞ്ഞിട്ട് ഈ ബോഡിക്കും മൈൻഡിനും ഓരോ ടാസ്ക് കൊടുക്കും. ഈ സെക്ഷൽ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് പെർഫോം സെക്ഷൽ ആക്ട് വിത്തൗട്ട് അവർ മൈൻഡ്. കാരണം നമുക്കൊരു കാമം വേണം. കാമം ഉണ്ടെങ്കിലേ സെക്ഷൽ ആക്ട് പറ്റൂ. പക്ഷേ ഈ കാമം മൈൻഡിൽ നിന്നാണ് വരുന്നത്. ഈ മൈൻഡ് നമ്മൾ വേറെ ഈ കാമത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭൈരവി ചലത മന്ത്രമോ എന്തോ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 1 സെക്കൻഡ് കോൺസെൻട്രേഷൻ തെറ്റി ഈ മന്ത്രം തെറ്റും. Okay. അപ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹി ഹാഡ് ടു പെർഫോം എ ഫുൾ ഫ്ലെഡ്ജ് സെക്ഷൽ ആക്ട്. Okay. സോ എസെൻഷ്യലി ബോഡിയും മൈൻഡും സെപ്പറേറ്റ് ആയിട്ടുള്ളവരാക്കി ഇത് ചെയ്യാൻ പറ്റും. ഇനിയും വാട്ട് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ടൈ ടു മോക്ഷ? മോക്ഷ can be defined within my confined knowledge from Guru's research. We hope we are wrong. Yeah, moksha is the stage of performance of your soul exiting your body without death. അതിനാണ് മോക്ഷ കിട്ടിയ ആളുകൾ നമ്മുടെ കൂടെ പലരും ഉണ്ട്. പല ഗുരുക്കന്മാരും സമാധി ഇരുന്ന് പോയി എന്ന് പറയത്തില്ലേ? എന്താണ് സമാധി ഇരിക്കുമെന്ന് പറയുന്ന ആളുകൾ? നമ്മളുടെ നിത്യാനന്ദ ഗുരു, അങ്ങനെ കുറെ ഗുരുക്കന്മാരില്ലേ, അവര് സമാധിയായെന്ന് പറയുന്ന എന്താന്ന് വെച്ചാൽ ഹീ നോസ്, ഓക്കെ എൻ്റെ ബോഡി ഇത്രയേ നാൾ കഴിഞ്ഞ് ഓക്കെ കിട്ടി, ട്രിക്ക് കിട്ടി, ഓക്കെ മോളെ ഞാൻ പോവാണ്, ഞാൻ അങ്ങോട്ട് ചെന്നിരിക്കും, ഞാൻ പോവാണ് എന്ന് പറയും. ആൻഡ് ഹീ ഗോസ് ദെയർ, ഹീ ഗെറ്റ് ഇൻസ് ടു ഇറ്റ്സ് എന്താ പറയുന്നത് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്സ്. ബോഡിയും സോളും വേർതിരിച്ച് വെക്കും. ആൻഡ് ഹീ ഈസ് ഏബിൾ ടു ഗെറ്റ് ദ സോൾ ഔട്ട് ഓഫ് ദ ബോഡി and go beyond. അപ്പോൾ he is losing his physical body and he is entering നമ്മൾ നേരത്തെ പറഞ്ഞ 5-dimensional body. Isn't that the same thing we die happens? No, in death you are എന്താ പറയുന്നത്, your soul is incurring the maximum pain and loss. നമ്മൾ ഡൈ ചെയ്യുമ്പോൾ, നമ്മൾ മരിക്കുമ്പോൾ we are leaving the body without comfort. മനസ്സിലായോ? We are forced to leave. Yes, we are forced to live. There are possible arguments that enlightenment ചിലപ്പോൾ റീഇൻകാർണേഷന് കോസ് ആവാതിരിക്കാം. അല്ല, എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് റീഇൻകാർണേഷനെ പറ്റി അറിയുന്നതും റീഇൻകാർണേറ്റ് ചെയ്യുന്ന സൈക്കിള് ബ്രേക്ക് ചെയ്യാനും തരുന്ന അറിവ് മാത്രമാണ് എൻലൈറ്റ്മെന്റ്. അപ്പം പറയുന്നൊരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? അപ്പോ ദ പ്രോസസ്, നിങ്ങൾ മരിക്കുവാണെങ്കിൽ യുവർ സോൾ ഈസ് ഫോഴ്സ്ഡ് ടു ലീവ് യുവർ ബോഡി ടു അനദർ വെസൽ until you find a body or a vessel that will understand this difference and will let you go in peace. ഇതാണ് മോക്ഷ. ഈ സൈക്കിള് ബ്രേക്ക് ചെയ്യാനാണ് ഹിന്ദുവിസത്തിലും ഭഗവത്ഗീതയിലും കൃഷ്ണനും രാമനും എല്ലാ ദൈവങ്ങളും ഋഗ്വേദയിലും എല്ലാം പറയുന്നത് മനുഷ്യനായി ജനിച്ചാൽ നിന്റെ ഒരേ ഒരു ലക്ഷ്യം is to attain മോക്ഷ. അതിലേക്കുള്ളൊരു പാതയാണ് ഞാൻ എന്നേ ദൈവങ്ങൾ പറയുന്നു. മോക്ഷ എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ദ ചെയിൻ സൈക്കിൾ ഓഫ് റീഇൻകാർണേഷൻ. നമ്മൾ ഓരോ വട്ടം മരിക്കുമ്പോഴും വി ഗെറ്റ് റീഇൻകാർണേറ്റഡ് ഇൻ എ ഡിഫറെന്റ് ഫോം. മേ ബി ഈ ഈ ജന്മം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ജന്മം പോത്താവും,
അല്ലെങ്കിൽ അടുത്ത ജന്മം ആടാവും. ബിക്കോസ് അതാണ് പറയുന്നത്, മനുഷ്യജന്മം ഈസ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ജന്മം ദാറ്റ് വി ക്യാൻ ഓൺലി ഗെറ്റ് എൻലൈറ്റൻഡ് ഇൻ മനുഷ്യജന്മം. സത്യം. ഒരു പശുവിനോട് പോയി എൻലൈറ്റ്മെന്റ് ഉണ്ട്, മോക്ഷമാണെന്ന് ചോദിച്ചാൽ അവൻ ചാണകം ഇട്ട് തരും. അവര് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. ദ ഓൺലി ആനിമൽ ദാറ്റ് ക്യാൻ കോംപ്രിഹെൻഡ് ആർ ഹ്യൂമൻസ്. Yeah, so we near to the end of the podcast. കൈലാസ്, എന്തെങ്കിലും പറയണ്ടോ? അല്ല, ഞാനൊരു കോമണറാണ്. എനിക്ക് അധികം നോളജ് എന്ന് പറഞ്ഞാൽ അധികം ബുക്സ് ഒന്നും വായിക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കോൺവെയിലൂടെ മാത്രമേ എനിക്ക് തുടരൂ. Very good thinker. He likes to think out of the box. That's why he is featuring in our podcast. അതേപോലെ ലാസ്റ്റ് വേർഡ്സ്. യെസ്, ഇതുപോലുള്ള പാതയിലാണ് നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഇതിന് മുന്നേ പോഡ്കാസ്റ്റിൽ പറയുന്ന മോക്ഷ, റീഇൻകാർണേഷൻ, സോൾ, സൈക്കിൾസ് ബ്രേക്ക് ചെയ്യുക, ഇതെല്ലാം പറ്റി നിങ്ങൾക്ക് ദ കേഴ്സ് ഓഫ് നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, യു ആർ ഗെറ്റിംഗ് അവോയ്ഡഡ് ഫ്രം സൊസൈറ്റി എന്നാണെങ്കിൽ, ഫോർ ബിഗിനേഴ്സ് വാച്ച് നറൂട്ടോ. ഇറ്റ് വിൽ സേവ് യുവർ ലൈഫ്. എനിക്ക് പറയാനുള്ളതൊന്നുമില്ല. ഐ നോ യു ഗൈസ് വാണ്ട് ടു കീപ് ലിസണിങ്, ബട്ട് ഐ ആം ദ ഡെവിൾ വെൻ ഇറ്റ് കംസ് ടു ടൈം. കാരണം എനിക്ക് ഇനി ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അതുകൊണ്ട് എപ്പോഴും 1:15 നിർത്താൻ നോക്കുന്നത്. സോ ഇറ്റ്സ് ഫ്രീ ഹിയർ. ഒറ്റ സെക്കൻഡും കൂടെ ഇവൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇനിയും അടുത്ത എപ്പിസോഡ് നമുക്ക് ഗസ്റ്റ് വരും. ഇതന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അടുത്ത എപ്പിസോഡ്, ഈ എപ്പിസോഡ് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞ ആള് ഓൺ റൂട്ടാണ്, ഫ്ലൈറ്റിലാണ്. ബട്ട് ആ എപ്പിസോഡ് പ്ലെയിനൊക്കെ പിടിച്ചാണ് ഐ നോ യു വിൽ ലൈക്ക് ഹർ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അടുത്ത പോഡ്കാസ്റ്റ് we'll have a session. We'll have a session where I tell you how I attained astral projection എന്ന് പറയുന്ന സാധനം എങ്ങനെ ചെയ്തു എന്നുള്ള സയന്റിഫിക് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ജപിക്ക് ഇതൊന്നുമല്ല. ഹൗ യു ക്യാൻ ഓർ ഐ ഡിഡ് awaken that power. എങ്ങനെയാണ് സയന്റിഫിക്കലി നമ്മളുടെ ബോഡിയെ ട്രിക്ക് ചെയ്ത് ബോഡിയെ ഉറക്കി കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റിലേക്ക് എങ്ങനെ നിങ്ങളെ കൊണ്ടുവരാം എന്നുള്ള സയന്റിഫിക് ബ്രേക്ക് ഡൗൺ ഞാൻ തരും. ഇതൊരു എന്താ പറയുക, ചെയ്യാവോ ചെയ്യാതിരിക്കാവോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് വരത്തില്ല. സോ ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ഒരിക്കലും ട്രൈ ചെയ്യരുതെന്ന് ഞാൻ പറയൂ. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, ഈ പോഡ്കാസ്റ്റിൽ വരുന്നവർക്ക് ഞാൻ പറയുന്നത് എന്താണ്, ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോ ഡ്രീം വാക്കിങ്ങിനെ പറ്റി ഐ വിൽ ഗിവ് യു എ വാക്ക് ത്രൂ, എ സയന്റിഫിക് വാക്ക് ത്രൂ. കൈ കൂപ്പി ഇരുന്ന് കണ്ണടച്ച് ജപിക്കും, നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് തിങ്. നമ്മൾ എന്താണ് സയൻസ്, നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ബ്രീത്ത് കട്ടാവുന്നതാണോ, കോൺഷ്യസ് എന്താണ്, എങ്ങനെയാണ് ബോഡി നമ്മൾ ഉറങ്ങിയെന്ന് അറിയുന്നത്, അതിനൊക്കെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇതിനൊക്കെ പറ്റി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം പറയും. സോ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം പറയണ്ട്, കൈലാസ് സിംഗിൾ ഹിറ്റ് ഹിം അപ്പ്, ഒരു ഓപ്പൺ മൈൻഡഡ് സിംഗിൾ ഗായ്. ബൈ.